ഒരുമിച്ച് കൂടുവാൻ തന്ന ഈ വിലപ്പെട്ട ഈ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് പല മനോവസ്ഥകളിലായിരിക്കുന്ന ഞങ്ങൾ തിരുപാദപീഠത്തിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ മീറ്റിങ്ങിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കടന്നു വരുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രിയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോൺസൺ ബാസിനെയും മിനിസ്ട്രിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന്റെ പ്രവർത്തനങ്ങളെ വിസ്താരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, സമയം ഹല്ലേലൂയ. കർത്താവെ, ഇന്റർനെറ്റിന്റെ ഇലക്ട്രിസിറ്റിയുടെ തടസ്സമൊന്നും കൂടാതെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രിയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾ ഒരു നിമിഷം കൂടെ കർത്താവെ, ഹല്ലേലൂയ, ഈ മീറ്റിങ്ങിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തോടെ നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു രജിബ്ര. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജോസ് നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും മതിയായവൻ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. കോടും വെയിലാതിൽ തണലുമാവൻ. എന്റെ യേശു എത്ര വല്ലവൻ, കോടും വെയിലാതിൽ തണലുമാവൻ. എന്റെ യേശു എത്ര നല്ലവൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ
എന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു വന്നിടുമ്പോ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോ താൻ വേഗം മാറും. എന്റെ യേശു എത്ര നല്ലവൻ, പോയപ്പോ താൻ വേഗം മാറും. എന്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. മനോഭാരത്താൽ അലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി നാം കരഞ്ഞിടുമ്പോൾ, ഹല്ലേലൂയ, ചില സന്ദർഭങ്ങളിൽ നാം ആരും നമ്മെ സഹായിക്കാൻ കഴിയാത്ത പ്രത്യേക സന്ദർഭങ്ങളിൽ നാം ആകപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും മറക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു അരുമ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര വലുതാ, എത്ര ശ്രേഷ്ഠമാ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളുകളുടെ കൂടെയുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ. അതെത്ര ശ്രേഷ്ഠമാ. ഹല്ലേലൂയ. ഇന്നയോളവനെ നടത്തി, ഇന്നയോളവനെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന വാക്കാണ്, എന്റെ യേശു എത്ര വലിയവൻ. ഹല്ലേലൂയ. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ശുശ്രൂഷയുടെ 314 ദിവസം കൂടി നിൽക്കുന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെയും വേഗമന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇമ്മീഡിയറ്റ് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവസന്നിധി കേൾപ്പാടിയായിരുന്നു. പരിശുദ്ധാത്മ നമ്മോട് വ്യക്തമായി ഇടപെട്ടുള്ള സമയങ്ങളായിരുന്നല്ലോ. ഹല്ലേലൂയ. അത് സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സെ തണുപ്പിക്കുന്ന, ആശ്വാസം തരുന്ന, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ജീവ ലക്ഷ്യം തന്ന് മുന്നോട്ട് നയിക്കുന്ന ദൈവശബ്ദം. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ദൈവസന്നിധി കേൾപ്പാൻ വന്നിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവ ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിച്ചിരിക്കുന്ന പ്രിയ പാസ്റ്റർ റജി ചാക്കോ ദൈവം സ്തുതിക്കും. നമ്മുടെ ക്ഷണപ്രകാരം ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പ്രിയ പാസ്റ്റർ റജി ചാക്കോ കേരളത്തിലാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്വത്രം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കുന്നു. ചില നാളുകൾ കുവൈറ്റിൽ കർത്താവിന്റെ വിരൽ ബന്ധരായിരിക്കാൻ ഇടയായി തോന്നുന്നു. ആ സമയത്ത് എനിക്ക് അവിടെ കടന്നു പോകുവാനും അവരുടെ മധ്യ ശുശ്രൂഷിപ്പാനും ഒക്കെ ഭാഗ്യം ലഭിച്ചു.
അത് നന്ദിയോടൊക്കെ ഞാൻ ഓർക്കുന്നു. ദേവദാസൻ ദൈവം രാജ്യത്തെ അനുഗ്രഹിച്ചു കരുതിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ കേരളത്തിൽ ആയിരിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ രാത്രികാലമായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ജ്ഞാനത്തിന്റെ വശ്യമായ വാക്കുകളല്ല, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും വലിയ പ്രദർശനമായി കാണുവാൻ ഇടയാകട്ടെ. അത് ഏറ്റവും പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിൽ കുടിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വതന്ത്ര കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പ്രിയ പാസ്റ്റർ റജി ചൗക്കയെ ഞാൻ ഇമ്മീഡിയറ്റ്ലി സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി സമയം വർദ്ധിക്കുന്നു. വളരെ പ്രാർത്ഥിക്കാൻ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? യെസ്, ക്ലിയർ. ക്ലിയർ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 314ാമത്തെ ഡേയിലെ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ, ദൈവജന ശുശ്രൂഷയുമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നാം കടന്നു വന്നിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യവും ദൈവത്തിന് കൃപയും ഒന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ബന്ധത്തിൽ ഇന്ന് ഈ മീറ്റിംഗിന് കടന്നു വരാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനും കുടുംബത്തിനും എന്റെ വ്യക്തിപരമായും എന്റെ കുടുംബത്തിന്റെയും പേരുള്ള വ്യക്തമായ നന്ദി, പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ മീറ്റിംഗിന്റെ ആദ്യോടന്തം പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. വൈഫൈ കണക്ട് ഡിസ്കണക്ട് ആകാനോ കറണ്ട് പോകാനോ ഒന്നും ഇടവരരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല മഴയുടെ സന്ദർഭമാണ്. ഏത് സമയത്ത് കറണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ദൈവമായ കർത്താവ് ശുശ്രൂഷയുടെ അവസാനത്തോളം ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കാൻ തോക്കണം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കർത്താവ് ദാസനും കുടുംബത്തിനുള്ള ഹൃദയംഗമായ സ്നേഹവാനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേൾക്കുവാനും നല്ല നിരവധിയായ ദൈവഭക്തന്മാരിൽ നിന്ന് നല്ല ദൈവജനങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നാം തിരുവചനത്തെ നാം ചിന്തിക്കുമ്പോൾ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം പുരുഷാരം കൂടി വന്നപ്പോൾ യേശു പടക് നീക്കി പടകിൽ മേൽ കയറി നിന്ന് ജനത്തോട് സംസാരിച്ചു. പർവ്വതത്തിൽ മേൽ കയറി അല്ലെങ്കിൽ മലമുകളിൽ മേൽ കയറി നിന്ന് യേശു ജനത്തോട് സംസാരിച്ചു എന്ന് കേൾക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യം നമുക്ക് ഇരുന്ന് സംസാരിക്കാനാണ് ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും നമ്മൾ കേൾക്കുന്ന അത് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് പതിഞ്ഞു ചെല്ലുവാൻ ദൈവാത്മാവിന്റെ പ്രത്യേകമായ ഒരു ഗൈഡൻസ് നമ്മുടെ മേൽ ഉണ്ടാകേണ്ടതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കേവലം കർത്താൻദാസ് പറഞ്ഞതുപോലെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളോ മർമ്മങ്ങളോ മറ്റു പല കാര്യങ്ങളോ ഒന്നും പറയാനല്ല, ദൈവജനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ചില സന്ദേശം, പ്രൈസ് ദി ലോർഡ്, അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ശക്തമായി ഇടപെടുമെന്ന് എന്ന് രാത്രികാലം എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവം അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കർത്താൻദാസ് ജോൺസൺ പാസ്റ്ററുടെ ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം കർത്താൻദാസിന്റെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഞങ്ങളുടെ കൈതുകുടി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ശുശ്രൂഷയിരിക്കുന്ന കാലവിലാണ് ഞാൻ വിശ്വാസാനുഭവത്തിലേക്ക് മർത്തോമ കുടുംബത്തിൽ നിന്ന് വിശ്വാസാനുഭവത്തിൽ കടന്നു വരുന്നത്. ഒരു ലോകപ്രകാരം ഒരു രാഷ്ട്രീയക്കാരനായി ജീവിച്ച് സമൂഹത്തിൻ്റെതായ രീതിയിൽ മറ്റു രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പള്ളിയിലൊക്കെ പടർന്നു പോകുമെങ്കിലും വിശ്വാസ പ്രമാണമോ ദൈവികമായ കാര്യങ്ങളോ അനുസരിച്ചല്ല ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പരസ്യയോഗത്തിലൂടെ എന്നെ സ്പർശിച്ചു. ഈ വിശ്വാസാനുഭവത്തിൽ കടന്നു വന്നപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ വിശ്വാസാനുഭവത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. അന്നു മുതൽ കർത്താവിന്റെ ദാസൻ ഒരു ഭയങ്കര ഗൈഡൻസ് ആയിരുന്നു എനിക്ക് നൽകി തന്നത്. അദ്ദേഹം കാരണമാണ് എനിക്ക് ആന്ധ്ര COTR എന്ന് പറഞ്ഞ ബൈബിൾ കോളേജിൽ കടന്നു പോകാൻ, അവിടെ കടന്നുപോയി പഠിക്കുവാൻ ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് കർത്താൻദാസിന്റെ സിസ്റ്റർ അവിടെ ലിഡിയ ആന്റി അവിടെ ഉണ്ട്. ലിഡിയാനിയുടെ ഹസ്ബൻഡ് മാത്യു ജേക്കബ് സാറ് അവിടുത്തെ അക്കാഡമിക് ഡീൻ ആണ്. ആ സമയത്ത് എനിക്കിവിടെ പഠിക്കുവാൻ ഇടയായി തീർന്നത്. അതൊക്കെ എന്റെ ജീവിതത്തിലെ പുതിയൊരു വഴിത്തിരിവിന്, എന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹപ്പെട്ട ഒരു നിലയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഞാൻ എന്തെങ്കിലും ആകുന്നു എങ്കിൽ ദൈവത്തിന്റെ കൃപയാലാകുന്നു. അതിനൊക്കെയും കാരണഭൂതനായിരിക്കുന്ന ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞ് നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല അനുസ്മരണമാണ് എനിക്ക് എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ഉള്ളത്. എന്റെ കുടുംബവും എന്റെ വൈഫിന്റെ വീട്ടുകാരും ഒക്കെയും വളരെയധികം കടംപെട്ടിരിക്കുന്ന ഒരു ദൈവഭൃത്യനാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബ്രദറിലോ അലക്സ്
അലക്സ് മോഹൻ പാസ്റ്റർ, അദ്ദേഹവുമായിട്ടൊക്കെ വലിയ അഭേദ്യമായ ബന്ധം ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. ദൈവമായ കർത്തൃത്വത്തോളം ദൈവം സഹായിക്കാനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്തൻദാസൻ പറഞ്ഞതുപോലെ ഒരു 3.5 വർഷക്കാലം ഗൾഫിന്റെ നാട്ടിൽ എനിക്ക് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷനായിരിക്കാൻ ദൈവം സഹായിച്ചു. അതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്ത് അതായത് ആദ്യം ഞങ്ങൾ മിനിസ്ട്രി തുടങ്ങുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ നിന്ന് പിന്നെ ഞാൻ യു പി വന്നു, യു പി നിന്ന് ഗുജറാത്തിൽ വന്നു. അങ്ങനെ ആ ഗുജറാത്തിൽ നിന്നാണ് ഞാന് ഗുജറാത്ത് രാജ്കോട്ട് സിറ്റി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്നതിന് ശേഷം ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കുവൈറ്റിലേക്ക് കടന്നു വരുവാൻ തൊക്കണം ഇടയായി തീർന്നത്. അവിടെ തിരിച്ച് നാട്ടിലേക്ക് കടന്നു വന്ന സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. എന്റെ മദറിന് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ഐസിയുലായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് കടന്നു വരുന്നത്. തിരിച്ച് കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞില്ല, പ്രത്യേക സാഹചര്യമായിരുന്നു. എന്റെ മാതാവ് ലോകത്ത് നിന്ന് മരണപ്പെട്ടു. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്റെ പിതാവും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നതിന് ശേഷം പിന്നെയാണ് ഈ മാതാവിന്റെ മരണത്തിന് ശേഷമാണ് ഈ കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ കടന്നു വന്ന നമ്മൾ ജനം വല്ലാത്ത വൈഷമ്യമായ ദുഃഖത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയത്. ഇപ്പോൾ എനിക്ക് ദുഃഖം എന്ന് പറയാൻ കാരണം എന്റെ കൂടെ പഠിച്ച പലരും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ വളരെ അടുത്ത് എപ്പോഴും കാണുന്ന വ്യക്തിജീവിതങ്ങളൊക്കെയും എന്റെ വീടിന്റെ പരിസരത്ത് നിന്നൊക്കെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട അതിദാരുണമായിരിക്കുന്ന വാർത്തകൾ, വളരെ വേദനാജനകമായ വാർത്തകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ വേദനയുണ്ട്. എന്നാലും ഓരോ ദിവസവും ഉണരുമ്പോഴും ഓരോ രാത്രി നാം കിടക്കുമ്പോഴും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പറയാനുള്ളത്, കർത്താവെ, ഇന്ന് എന്നെ പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം. ഈ ദിവസം എനിക്ക് ദാനമായി തന്ന ദൈവത്തിന് ഞാൻ ഹൃദയംഗമായി എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ യോഗ്യതയല്ല, എന്റെ കുടുംബത്തിന്റെ മഹിമയല്ല, എന്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ ദൈവത്തിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ വചന ശുശ്രൂഷിക്കാൻ ഞങ്ങളെ ക്ഷണിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ശുശ്രൂഷ നിർത്തുന്നതാണ്. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അഞ്ചൽ എന്ന പ്രദേശത്ത് ഒരു പുതിയ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസികളൊന്നുമില്ല. ഞാൻ കൊറോണ സമയം ആയതുകൊണ്ട് ആദ്യം വീടുകളൊന്നും വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ചില വ്യക്തികളൊക്കെ കടന്നു വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഞ്ചൽ കരുവോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ആലഞ്ചേരി ഭാഗത്താണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കൾ എല്ലാവരും എന്റെ കുടുംബത്തിന്റെയും ഈ ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ള ഈ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി കാലം തിരുവചനത്തിൽ നിന്ന്, പുതിയ നിയമത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് വളരെ കേട്ട് പരിചയമുള്ള, ഇപ്പോഴും നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതായ ഒരു സന്ദേശമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പ്രധാനമായും സ്തോത്രം 3 ഉപമകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ 3-ാമത്തെ ഉപമയായിരിക്കുന്ന ധൂർത്തുപുത്രന്റെ, അതായത് പ്രോഡിഗൽ സൺ, വേസ്റ്റ്ഫുൾ. പ്രോഡിഗൽ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം വേസ്റ്റ്ഫുൾ. ധൂർത്തുപുത്രനായിരിക്കുന്ന വ്യക്തിയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രികാലം നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് ചില സന്ദേശങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ബന്ധത്തിൽ, നമ്മുടെ ഹൃദയത്തോട് ബന്ധത്തിൽ പറയുവാൻ അല്ലെങ്കിൽ വ്യക്തിപരമായി സംസാരിപ്പാൻ കർത്താവിന്റെ ആത്മാവിന് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാൻ ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരുന്നു. അപ്പോൾ ഞാൻ ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൊണ്ട് ദൈവസന്നിധിയിൽ എടുത്തൊരു വചനഭാഗമാണ് ഈ ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ. ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം ഒരു കാണാതെ പോയ ആടിനെ കുറിച്ചാണ്. രണ്ടാമത് കാണാൻ കഴിയുന്നത് കാണാതെ പോയ ഒരു 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ കാണാതെ പോയതിനെ കുറിച്ചാണ് രണ്ടാമത് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഭാഗത്താണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. കർത്താവ് പലപ്പോഴും അലിഗോറിക്കലായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു പാരബിൾ ആണ്, അതൊരു ഉപമയാണ്. അതിൽ ഇങ്ങനെ പറയുന്നു, സ്തോത്രം. അതിന്റെ തുടക്കം 15-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ വായിച്ചു നോക്കാൻ കാണാൻ കഴിയുന്നത്, പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ 2 പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഞാൻ ഈ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം ഇപ്പോഴും ദൈവജന ശുശ്രൂഷയുടെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ കേൾക്കുന്നവർക്കും അത് ശുശ്രൂഷിക്കുന്ന എനിക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കണം. കാരണം നമ്മളൊരു സഭ, എന്റെ മുമ്പിൽ ചിലപ്പോൾ കേൾവിക്കാരായ കുറെ പേരുണ്ടായിരിക്കും, പക്ഷെ അവരെ എനിക്ക് കാണാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമായിരിക്കും, എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ശബ്ദത്തിലൂടെ, ഈ ശബ്ദം നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടണം. ഒരുപക്ഷെ എന്നെ ഇന്ന് രാത്രികാലം കേൾക്കുന്ന പലരുടെ ജീവിതത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവരുണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വലിയ പ്രശ്നമാണ്.
കടക്കണി വലിയൊരു പ്രശ്നമാണ്, രോഗങ്ങൾ ഒരു പ്രശ്നമാണ്, അങ്ങനെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ. പ്രത്യേകിച്ച് ഈ സമയം പരീക്ഷയുടെ സമയമാണ്. ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. +2 എക്സാം പിന്നെ നടക്കത്തില്ല. പക്ഷേ എങ്കിലും അടുത്തൊരു എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്ത എഞ്ചിനീയറിംഗിനാണോ മെഡിസിനാണോ പോകാൻ വേണ്ടി കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. പിന്നെ ഇപ്പോൾ 10th റിസൾട്ട് ഒക്കെ ഇപ്പൊ കേരളത്തിൽ കടന്നു വന്നു. അപ്പോൾ അതിന് അടുത്ത +1 കടന്നു പോകണം. ഏത് സബ്ജക്ട് എടുക്കണം, സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, പല ചിന്തയിലായിരിക്കുന്നവരുണ്ട്. അവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഒക്കെ വലിയ തരത്തിൽ മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേർ എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസലോ, നിങ്ങളുടെ പ്രശ്നം ഒരുപക്ഷെ ബിസിനസ്സിലുള്ള തകർച്ചയായിരിക്കാം, നിങ്ങളുടെ ജോലി മേഖലയിലുള്ള പ്രയാസമായിരിക്കാം. എന്തായാലും ഈ ലോക ജീവിതം നമുക്ക് സുഖകരമല്ല. പ്രത്യേകിച്ച് ഈ സന്ദർഭം നമുക്ക് സുഖകരമല്ല. പ്രത്യേകിച്ച് ഇന്ന് പ്രധാനമന്ത്രി പ്രസ്താവന എന്ന് പറഞ്ഞാൽ കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണ് കൂടുതലും രോഗികൾ വർദ്ധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. എങ്കിലും റെക്കോർഡിക്കലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ 2 സ്റ്റേറ്റുകളിലും വളരെയധികം രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെന്റ് സോണാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും എന്നോടുകൂടെ ചേർന്ന് ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥതയോടെയാണ് ദൈവം കേൾക്കും എന്നുള്ളത് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഇസ്രയേലിന്റെ സർവ സൈന്യാധിപനായിരിക്കുന്ന ദൈവത്തോട് പുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തെ നല്ല ദൈവമായ കർത്താവേ, ഈ രാത്രികാലം തിരുവചനവുമായി ഞങ്ങൾ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അടിയനെ ഏൽപ്പിച്ച ഈ ദൗത്യം, ഈ ശുശ്രൂഷ ദൗത്യം വിജയകരമായി പൂർത്തീകരിപ്പാൻ പരിശുദ്ധ സാന്നിധ്യവും ശക്തിയും കൃപയും ഉണ്ടായിരിക്കണമേ. ദൈവം രാത്രികാല വചന കേൾവി മനസ്സ് തകർന്നവർക്ക്, വേദനപ്പെട്ടിരിക്കുന്നവർക്ക്, നിരാശയിലായിരിക്കുന്നവർക്ക്, കടക്കണിയിലായിരിക്കുന്നവർക്ക്, ഈ ജീവിതത്തിലെ ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരില്ലേ എന്നെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുമെന്ന് ചോദിച്ചുകൊണ്ട് പലവിധമായ ചോദ്യങ്ങൾ ഹൃദയത്തിനുള്ളിൽ ഉരുവിട്ടുകൊണ്ട് വാഗ്ദത്തങ്ങൾ പലതും ഞാൻ കേട്ടതാണ്. കർത്താവ്, എന്നാണ് അതിനൊരു പൂർത്തീകരണം കടന്നു വരുന്നത്? ഇതൊക്കെ ചുമ്മാതാണോ, വെറുതെ പറഞ്ഞതാണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഇന്ന് രാത്രികാലം ഞാൻ ആയിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ തന്നെ ചില വ്യക്തി ജീവിതങ്ങളുടേതായ ആത്മീയ ഭൗതിക മണ്ഡലമുള്ളതായ തടസ്സങ്ങളെ, ബന്ധനങ്ങളെ ഇന്ന് രാത്രികാലം ദൈവം നീക്കണമേ. ദൈവത്തിന് ആത്മാവ് ഇടപെടണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ഒരു വിടുതൽ ഈ വചന കേൾവിയിലൂടെ തന്നെ ജനത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉച്ചി തൊട്ട് ഉള്ളാൻ വരെ ഞങ്ങളുടെ രക്തത്തോടു കൂടെ യേശുവിന്റെ രക്തത്തിന്റെ കാൽവറിയിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം, ആ രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന ധമനികളിലൂടെ, ഞങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലൂടെ ഓടുവാൻ, പൂർണ്ണമായ സൗഖ്യം പ്രാപിപ്പാൻ, പൂർണ്ണമായ വിടുതൽ പ്രാപിപ്പാൻ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ കർത്താവേ സ്തോത്രം, നിന്റെ കരം പ്രവർത്തിക്കുന്നതിനായി ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കൽപ്പിച്ചപ്പോൾ ദൂതനിറങ്ങി കുളം കലക്കിയപ്പോൾ ആദ്യം അതിലേക്ക് ഇറങ്ങിയവൻ സൗഖ്യമായെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേവലം കെട്ടുകഥകളിൽ അല്ല വിശ്വസിക്കുന്നത്, ദൈവാത്മാവിന്റെ പ്രവൃത്തി ഞങ്ങൾ ഇന്ന് രാത്രികാലം വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവമേ, സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിനെ അനുഗ്രഹിക്കണമേ. അതിന്റെ ശുശ്രൂഷകരായിരിക്കുന്ന കർത്താവ് ദാസനെയും ജോൺസൺ പാസ്റ്ററെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിലെ വിശ്വാസികളായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് പ്രത്യേകിച്ച് രോഗപരമായ വിഷയത്തിൽ ഭാരപ്പെടുന്നവരെ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കണമേ. മാറാ രോഗികളെ നീ സൗഖ്യമാക്കണമേ. ഈ വചന കേൾവി എല്ലാവരെയും ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം വിടുതൽ കൽപ്പിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനകളെ നന്ദി പറയുന്നു. സകല മാനമോത്ത് അംഗീകരിപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് അജിമച്ച യേശു നാമത്തിൽ വിശ്വം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹം നിനത്തെ അറിയിക്കുന്ന നിരത്തേക്ക് അധികമായ കർത്താവെ സഹായിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വായിക്കുന്ന ഞാൻ ഇന്ന് രാത്രികാലം ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതൽ 32 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷ എടുത്തിരിക്കുന്നത്. എനിക്കറിയാം സമയപരിമിതി ഉണ്ട്, എന്നാൽ ഈ വാക്യങ്ങൾ എല്ലാ വാക്യശകലങ്ങളെ തൊട്ടല്ല ഞാൻ പറയുന്നത്. ഇതിൽ പ്രധാനമായും ദൈവം അവന്റെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്ന ചില ചിന്തകളിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ പറയുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. 2 പുത്രന്മാർ. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ച് അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും അവൻ ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. തുടർന്ന് ഭാഗം നമുക്ക് അറിയാവുന്നതാണ്. ഇത് ഞങ്ങൾ സൺഡേ സ്കൂളിൽ, നമ്മൾ പള്ളിയിലായിരിക്കുന്ന സമയത്ത് സൺഡേ സ്കൂളിലെ പഠിച്ച ഒരു ഭാഗമാണ്. വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കത് മനഃപ്പാടമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉപമ. ഇതില് നമുക്ക് കാണാൻ കഴിയുന്നത് 2 പുത്രന്മാർ. അതിൽ ഇളയവൻ തന്റെ സ്വമ്പത്ത് ചോദിക്കുന്നു. അവൻ പിതാവ്, ഒരു സ്നേഹവാനായ ഒരു പിതാവാണ്. സ്നേഹവാനായ പിതാവ് എന്ത് ചെയ്തു? അവനോട് ഒന്നും മറുത്ത് മറുപടി പറഞ്ഞില്ല. ഇന്നത്തെ പിതാക്കന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. എന്നാൽ ഈ പിതാവിന് അറിയാം, തന്റെ മകൻ അത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് നാനാവിധമാക്കുന്നു അറിയാം. എങ്കിലും അവനോട് മറുത്തൊന്നും പറയാതെ അവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ ചോദിച്ച കാര്യം അവന് കൊടുത്തു. അപ്പോ 2 പുത്രന്മാരാണ്. 2 പുത്രന്മാർക്കും വേണ്ടി വസ്തുവകൾ പങ്കുവെച്ചു കൊടുത്തു, ഷെയർ ചെയ്തു. എന്നിട്ട് ഈ ഇളയ മകൻ എന്ത് ചെയ്തു? അവൻ ഈ സകലവും സ്വരൂപിച്ച് ദൂരദേശിക യാത്രയായി. അവൻ അവിടെ എന്ത് ചെയ്തു? ഈ തന്റെ ധനം മുഴുവൻ, തന്റെ വസ്തുവകളെല്ലാം നാനാവിധമാക്കി കളഞ്ഞു. അങ്ങനെ എല്ലാം ചെലവിട്ട് ദരിദ്ര അവസ്ഥയിലേക്ക് വന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേൾക്കുന്നുണ്ടോ? പ്രൈസലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. പിതാവിന് മകനോടുള്ള ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം എന്താണ്? പ്രൈസലോ. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, സകലവും നശിപ്പിച്ച് തന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന മകൻ, ആ മകനോട് പിതാവ് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്. പ്രൈസലോ. ഒന്നാമത്തെ ഭാഗത്ത് കണ്ടു, രണ്ടാമത്തെ ഭാഗത്ത് കണ്ടു. മൂന്നാമത് കാണാൻ കഴിയുന്നത്, സ്തോത്രം, തന്റെ ജ്യേഷ്ഠ സഹോദരൻ, എൽഡർ ബ്രദർ, അവന് ഈ അനുജ സഹോദരനോട് അല്ലെങ്കിൽ തന്റെ സ്വന്തം സഹോദരനോടുള്ള മനോഭാവം. പ്രൈസലോ. ഈ 2 മനോഭാവങ്ങൾ, പ്രധാനമായും പിതാവിന്റെയും എൽഡർ ബ്രദറിന്റെയും ജ്യേഷ്ഠ സഹോദരന്റെയും 2 മനോഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രൈസലോ. അപ്പോൾ ഇന്ന് രാത്രികാലം നാം വചനം കേൾക്കുമ്പോൾ ഇതിലെ കഥ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിന് വിശദീകരിക്കുന്നില്ല. നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഇതിൽ ഏത് ആറ്റിറ്റ്യൂഡാണ് എന്നെ ഭരിക്കുന്നത്? പിതാവിന്റെ ആറ്റിറ്റ്യൂഡാണോ അതോ ആ എൽഡർ ബ്രദറിന്റെ സകലത്തെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന, ഒബ്സർവ് ചെയ്ത് അതിനെ വിലയിരുത്തി ജഡ്ജ് ചെയ്യുന്ന, അല്ലെങ്കിൽ സകലം നശിപ്പിച്ച് കടന്നു വരുന്നതിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത തിരസ്കാര മനോഭാവമുള്ള ആ ജ്യേഷ്ഠ സഹോദരന്റെ മനോഭാവമാണോ നമുക്കുള്ളത്? അതോ തന്നെ സകലവും നശിപ്പിച്ച് കടന്നു വരുന്ന ആ മകനോട് തന്റെ പിതൃവാത്സല്യത്തോടെ, ആ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന പിതാവിന്റെ മനോഭാവമാണോ നമുക്കുള്ളത് എന്ന് നമ്മെക്കുറിച്ച് തന്നെ ഒന്നാമത് നമ്മൾ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസലോ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് അനുസരിച്ച് ഒരു കുടുംബത്തില് വസ്തുവകകൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യ കുടുംബങ്ങളിലാണെങ്കിൽ ന്യായമായും അത് ഷെയർ ചെയ്യപ്പെടും. മക്കൾക്ക്, തന്റെ പിതാവ് അത് മക്കൾക്ക് ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ മക്കൾക്ക് ലഭിക്കുന്ന ആ അവകാശം ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യും? അത് വിറ്റുകളയും. ചിലപ്പോൾ ചിലർ അതിനോടുകൂടെ ചില സ്വത്തുക്കളുടെ ഉണ്ടാക്കും, അത് വാങ്ങിക്കൂട്ടും.
നല്ല വീടുകളൊക്കെ വെക്കും, നല്ല രീതിയിൽ താമസിക്കും. ചിലര് എന്ത് ചെയ്യും, ഇത് വിറ്റിട്ട് ദൂരദേശത്തേക്ക് അങ്ങ് പോകും. സ്വന്തക്കാരുമില്ല, ബന്ധുക്കാരുമില്ല, ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ദേശത്ത് കാണാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്നും ഈ രണ്ട് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പ്രധാനമായും, കാര്യം സമയ ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം, 3 കാര്യങ്ങൾ ഈ ഉപമയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ. ഒന്നാമത്തെ കാര്യം, ഗോഡ് ആൻഡ് ഹിസ് ലവ്. അത് നമ്മുടെ ഈ പിതാവിന്റെ സ്നേഹം കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന് തുല്യമായിട്ടാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നാം അതിനെ കുറിച്ച് വചനഭാഗം എടുക്കേണ്ട ആവശ്യമില്ല. 1 യോഹന്നാൻ 4:8 ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കും ദൈവം സ്നേഹമാകും. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ, സ്നേഹത്തെ കുറിച്ച് നിരവധി ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്നേഹത്തെ കുറിച്ച് അർത്ഥവാക്യങ്ങൾ, സ്നേഹം എന്താണെന്നതിനെ കുറിച്ചൊക്കെ സാഹിത്യകാരന്മാരും മറ്റ് ചിന്തകന്മാരും ഒക്കെയും ഫിലോസഫേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ സ്നേഹം എന്താണ് നമുക്ക് അറിയാം, എന്താ സ്നേഹം എന്ന് അറിയാം. അപ്പോൾ ദൈവവചനത്തിലൂടെ കാണാൻ കഴിയുന്ന സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവചനത്തിന്റെ താക്കോൽ വാക്യമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം അവൻ ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തെ സ്നേഹിച്ച സ്നേഹം തന്റെ പുത്രനെ തന്നുകൊണ്ടുള്ള സ്നേഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവ സ്നേഹമാകുന്നു. ദൈവസ്നേഹമാകുന്നതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ സ്നേഹം, പ്രൈസ് ദി ലോർഡ്, ദൈവം നമുക്ക് സ്നേഹം തന്നിട്ടുണ്ട്. അപ്പോൾ സ്നേഹം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ വസ്തുവക വാങ്ങി ദൂരദേശത്തേക്ക് പോയി സകലവും നാനാവിധമാക്കി എന്ന് പറയുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ മകൻ എന്തിനു നിഴലായിട്ട് നിൽക്കുകയാണ്? പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മാനവജാതിക്ക് തുല്യമായി നിൽക്കുക. ഇസ്രായേലിനുള്ള ബലത്തിലാണെങ്കിൽ ഇത് കർത്താവ് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് പെറുവിറുക്കുക. കാരണം എന്തിനാ പെറുവിറുത്തത്? ഇവൻ പാപികളോട് കൂടെ നടക്കുന്നു, പാപികളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു, പാപികളോട് കൂട്ടുകെട്ടുന്നത് കൊണ്ട് ഇവനും പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിന്റെ വചനം കേൾക്കാൻ കടന്നു വന്നവരോട് കൂടെ കർത്താവ് അസംയുക്തമായി പറയുന്ന ഒരു കാര്യമാണ്, കാണാതെ പോയത് ആടിനെ തെരഞ്ഞുരക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. 1-ാമത്തെ ഭാഗത്തിൽ. 2-ാമത്തെ ഭാഗത്തിൽ പ്രൈസ് ദി ലോർഡ്, 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീയുടെ 1 ദ്രഹ്മ കാണാതെ പോയപ്പോൾ അതിനെ കണ്ടെത്തും വരെ അന്വേഷിച്ചു. ഇവിടെ ഈ വാക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടെത്തി കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് കാണാതെ പോയ ഒരാൾക്ക് 100 ആടുണ്ട്, അതിൽ 1 ആട് കാണാതെ പോയപ്പോൾ 99 വിട്ടേച്ച് പോയി അന്വേഷിച്ച് അതിനെ കണ്ടെത്തുന്ന ഒരു സ്നേഹമുള്ള നല്ല ഒരു ഇടയനെ 1-ാമത്തെ ഭാഗത്ത് കാണാൻ കഴിയുന്നു. 2, ഒരു സ്ത്രീയെ തന്റെ 10 ദ്രഹ്മയിൽ 1 പോകുമ്പോൾ ആ 10 ദ്രഹ്മയുടെ 1 ദ്രഹ്മയ്ക്ക് ഉണ്ടാകുന്ന വില ആ 10 മറ്റു 9 ദ്രഹ്മയെക്കാളും വിലയുള്ളതായി കണ്ടുകൊണ്ട് അതിനെ അന്വേഷിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇവിടെ 3-ാമത് കാണാൻ കഴിയുന്നത്, നഷ്ടപ്പെട്ടു പോയ മകൻ, അവനെ തിരഞ്ഞു പിതാവ് പോകുന്നില്ല, പക്ഷേ ആ സ്നേഹവാനായ പിതാവ് ആ മകന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിതാവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ച് ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ. നമുക്ക് കാണാൻ കഴിയുന്നത്, വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, കുറഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ദൈവമക്കളായിരിക്കുന്ന, പ്രത്യേകിച്ച് പെന്തക്കോസ്തായി ബോൺ അഗൈൻ ബാപ്റ്റൈസ്ഡ് ആയിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ ദൈവസ്നേഹത്തെ യഥാർത്ഥമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ? ദൈവം സ്നേഹമാണ് നമ്മൾ പറയുന്നെങ്കിലും നമുക്ക് ഈ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ എൽഡർ ബ്രദറിനെ പോലെ, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു മതത്തിന്റെ വക്താവായി, ഒരു കുറെ റിലീജിയസ് ആയി ജീവിച്ചുകൊണ്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മതത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് തത്വശാസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ഫിലോസഫിക്കലായുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെയും എന്ന് വെച്ചാൽ മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ചുള്ള ശക്തമായ അസന്നിഗ്ധമായ കാര്യങ്ങൾ പറയാണ്. അതിൽ ഏതെങ്കിലും ഒന്നിന് തെറ്റു വരുത്തിയാൽ അതിന് ശിക്ഷയും അതിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പ്രസ്താവിച്ച് പഠിപ്പിച്ചു നടക്കുന്നവരാ. പക്ഷേ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇതിലൊന്നും അനുസരിക്കുന്നില്ല. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളെ പുറം വെടിപ്പാക്കുന്നു, പക്ഷെ അകമേ അശുദ്ധമാണ്. നിങ്ങൾ അത് ചെയ്യുന്നില്ല. നിങ്ങൾ പറയുന്നു, പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല.
ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ദൈവ സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നഷ്ടപ്പെടുത്തി കളയുന്ന മകന് ഈ സ്നേഹം കുറച്ചു നാൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ സ്നേഹത്തിലേക്ക് അവന് തിരിച്ചു വരുവാൻ അവന്റെ ജീവിതത്തിലെ സാഹചര്യം അവനെ കൊണ്ടെത്തിച്ചപ്പോൾ ആ പിതാവിന്റെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ കുറിച്ച് റീതിങ്ക് ചെയ്യുവാൻ വേണ്ടി വന്നു. മനസ്സിലാക്കണം, ദൈവ സ്നേഹമാണെങ്കിൽ സ്നേഹത്തിന്റെ മറ്റൊരു വശം നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ഇത് തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായ വശത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. കാൽവിനിസത്തിന്റെയോ അലക്സാണ്ടറിസത്തിന്റെയോ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഞാൻ ദൈവമക്കളോട് വളരെ സിമ്പിളായിട്ട് വളരെ ലഘുവായ രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവ സ്നേഹമാണെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെതായ നമ്മുടെ അകൃത്യത്തിൻ്റെതായ സ്തോത്രം, അതായത് നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഹിമത്തോളം അതിനെ ഞാൻ വെണ്മയാക്കും. അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് എത്രത്തോളം ദൂരത്തായിരിക്കുന്നുവോ, എത്രത്തോളം ദൂരത്ത് നിന്ന് നാം ദൈവത്തെ സ്ഥലത്തിൽ എത്ര വേഗം ദൈവത്തിലേക്ക് അടുക്കലേക്ക് മടങ്ങി വരാൻ നമുക്ക് കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാലം മനസ്സിലാക്കേണ്ടത് ദൈവ സ്നേഹമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ സ്നേഹത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനും ഈ സ്നേഹത്തെ നമുക്ക് അനുഭവിപ്പാനും ഈ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇടയിൽ കോടതിയിൽ കയറി പോകുന്നതും പോലീസ് കേസുകളും ഒക്കെ ധാരാളമായി നടക്കും. ഡിവോഴ്സ് ധാരാളമായി നടക്കും. കുടുംബങ്ങളിലെ അന്തഛിദ്രങ്ങൾ നടക്കും. സഭകളിൽ വളരെ 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 ശക്തമായ രീതിയിൽ ആഴമേറിയ രീതിയിൽ ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്. ഇന്ന് പാവപ്പെട്ട ദേവദാസന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് സഭയുടെ അന്തരീക്ഷം മാറി. കമ്മിറ്റികൾ, എല്ലാ സഭകളും അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല, ചില സഭകൾ. ഇന്ന് നമ്മുടെ പെന്തക്കോസ്തൽ സഭകളെ പല സഭകളും ട്രഡീഷണൽ സഭകളെക്കാൾ അധപ്പതിച്ചു പോയി. നേതാക്കന്മാർ പലരും മത നേതാക്കന്മാരെ പോലെയായി, ആചാര്യന്മാരെ പോലെയായി, എന്നുവെച്ചാൽ കേവലം വക്താക്കളായി മാറി. കേവലം പ്രീച്ചേഴ്സായി. നമ്മൾ യഥാർത്ഥത്തിൽ ഈ വചനത്തെ നമ്മൾ ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ വളരെ കഷ്ടപ്പെട്ട് അവർ വേദനയോടും കഷ്ടപ്പാടോടും വിയർപ്പോടും വളരെ കഠിനാധ്വാനം ചെയ്ത് അവർ ദൈവജനത്തെ ആ ദൈവജനമാകുന്ന വിത്തിനെ ഗ്രാമങ്ങളിൽ വിതറി. വളരെ കണ്ണുനീരോടെ അവർ വിതച്ചു. എന്നാൽ ഈ കാലമായപ്പോൾ ആ വചനം കിളിർത്ത് അനേക ആത്മാക്കൾ സഭകളിലേക്ക് കടന്നു വന്നപ്പോൾ സഭയ്ക്കുള്ളിൽ ഈ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. ദൈവമക്കളിടയിൽ ഒരുമിച്ച് ഒരിടത്തിരുന്ന് ആരാധിക്കുന്ന, ഒരു സഭയിൽ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ പരസ്പരം കരം കൊടുക്കുവാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ സ്ഥാനത്ത് കരം കൊടുത്തുകൂടാ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എങ്കിലും ഹൃദയംഗമായുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ബന്ധത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും അപ്പനമ്മമാരെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കൾ മറ്റു ഇഷ്ടമുള്ളവനെ സ്നേഹിക്കുന്നവൻ ഇന്നലെ കണ്ട വ്യക്തിയോടുകൂടെ അല്ലെങ്കിൽ ഇന്നലെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്ന ഫേസ്ബുക്കിലൂടെ ഫ്രണ്ട്ഷിപ്പായി വന്ന വ്യക്തിയുടെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ജനിച്ച കുഞ്ഞിനെ പോലും അതിനെ കൊന്നുകളവാൻ മനസ്സ് തോന്നിച്ച ഒരു മാതാവിന്റെ കഥ നിങ്ങൾ കേട്ട് കാണാം. ഞങ്ങളുടെ നാട്ടിലാണ് സംഭവിച്ചത്. വളരെ വേദനയോടെയാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. റബ്ബറും കാട്ടിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. കാര്യം കാമുകന് വേണ്ടി. ഇമാജിനായിട്ട് തന്റെ മുമ്പിൽ വന്ന മറ്റു രണ്ട് സ്ത്രീകൾ ചാറ്റ് ചെയ്ത് അതാന്ന് പറയുന്നു. എനിക്കറിയത്തില്ല എന്റെ കൃത്യമായ സംഭവങ്ങളൊന്നും. പക്ഷേ നോക്കുക, വചനം പറയുന്നു, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാണ് ദൈവസ്നേഹം. നമ്മൾ ഈ ലോകത്തിന്റെ മറ്റു പലതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ദൈവസ്നേഹത്തെ, ഏറ്റവും മൂല്യവത്തായ ദൈവസ്നേഹത്തെ നാം മറന്നുകളയുന്നു. ഇന്ന് രാത്രിക്കാലം എനിക്ക് ദൈവമക്കളോട് ആ ബന്ധത്തിൽ പറയേണ്ടത്, എന്നോടും നിങ്ങളോടുമായി പറയേണ്ടത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ദൈവസ്നേഹമുള്ളവരായി തീരണം. ഇന്ന് സഭകളിൽ വ്യക്തി ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മ കൂടുമ്പോൾ അല്ലെങ്കിൽ നല്ല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നാം ഹല്ലേലൂയയും സ്തോത്രവും ഒക്കെ പറയും, ശരി തന്നെയാണ്. പക്ഷേ നാം സഭാഹോളിന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ മറ്റു പല ചിന്താഗതിക്കാരായി മാറുന്നു. നമ്മുടെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. നമ്മൾ ആത്മികമായി മാനസാന്തരം, ഹൃദയത്തിലേക്ക് യഥാർത്ഥമായി വചനം പറയുന്ന ആ മാനസാന്തരത്തിലേക്ക് കടന്നിട്ടില്ല.
നമ്മൾ കേവലം ഈ ഉപമ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊക്കെ ആണെങ്കിൽ, ആ ദൂതപുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെ പിതാവ് സ്വീകരിച്ചു, അവന് മോതിരം കൊടുത്തു, അവന് മേൽത്തരമായി അങ്കി കൊടുത്തു, അവിടെ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്തു, ഈ മിഷ്ടാന ഭോജനം കൊടുത്തു, വിരുന്ന് കൊടുത്തു. എന്നാൽ ഇവന് അവിടെ കൊണ്ടല്ല അവസാനിക്കുന്നത്. അതിനുശേഷം ചില പുസ്തകങ്ങൾ കൂടി ഉണ്ട്. അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് നാം എങ്ങനെ ജീവിക്കണം, മാനസാന്തരത്തിന്റെ അവസ്ഥകൾ എന്താണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്, ക്രിസ്തീയ ജീവിതം എങ്ങനെ നാം നയിക്കണം, എങ്ങനെ നാം ജീവിക്കണം, കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, സഭ എങ്ങനെയായിരിക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയായിരിക്കണം. അവിടെ കൊണ്ട് തീരുന്നില്ല. ഒരു പൈങ്കിളി കഥ പോലെ ഒരു പക്ഷേ ഈ സ്റ്റോറി ഇവിടെ കൊണ്ട് അവസാനിക്കുക. എന്നാൽ ഇതിനെ ബലപ്പെടുത്തുന്ന, ഇതിന്റെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് നൽകി തരുന്ന വേദഭാഗങ്ങൾ ഇതിന് ചുവടായിട്ട് ഇതിന് പുറകെ ഉണ്ട്. ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ എഴുതിയിട്ടുണ്ട്. അവയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, വളരെ സ്നേഹപൂർവ്വം അതിനെ വിസ്മരിച്ചു കളയുന്നു. ഒരിക്കൽ ഒരാൾ കുറിച്ച് കൊരിന്ത്യ ലേഖനം കൊരിന്ത്യക്കാർക്ക് എഴുതിയാലേ നമുക്ക് ആവശ്യമുണ്ടോ? തെസ്സലോനിക്ക ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയാലേ നമ്മൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മക്കളെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവജനം അത് എനിക്കും നമുക്കും ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി കൂടിയാണ്. പണ്ട് കാലങ്ങളിൽ സംഭവിച്ചത് ദൃഷ്ടാന്തങ്ങളായി സംഭവിച്ചു. ഈ കാലഘട്ടത്തിൽ അതിന്റെ പുനരാവർത്തനം വരുമ്പോൾ മനസ്സിലാക്കണം, ദൃഷ്ടാന്തമായി സംഭവിച്ച കാര്യങ്ങളിലേക്ക് ചൂണ്ടി അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്ന് ദൈവസഭകളിലും എന്നിലും നിങ്ങൾ കൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തെ ഇന്ന് രാത്രികാലം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് വെളിപ്പാട് പുസ്തകത്തിലെ അവസാനം, വിശുദ്ധ ബൈബിളിന്റെ അവസാന പുസ്തകമായിരിക്കുന്ന ബൈബിൾ. അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ അതിൽ കൂടുതലുണ്ട്. വെളിപ്പാട് പുസ്തകം കഴിഞ്ഞിട്ട് പിന്നെയും ചില പുസ്തകങ്ങൾ കൂടിയുണ്ട്. എന്നാൽ നമുക്കതല്ല, ആധികാരികമായി കാനൂനികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതായ തിരുവചനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ അത് നാം സഭകളുടെ ദൂതിൽ നാം കാണാൻ കഴിയുന്നത്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. നാം അനുഗ്രഹത്തിന് വേണ്ടി ഉപസിക്കും, പ്രാർത്ഥിക്കും, വിടുതലിന് വേണ്ടി ഉപസിക്കും, പ്രാർത്ഥിക്കും, മക്കളുടെ നന്മയ്ക്ക് ഉപസിക്കും, പ്രാർത്ഥിക്കും. എന്നാൽ നമ്മെ കുറിച്ച് നാം പരിശോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നിലെ ദൈവസ്നേഹത്തിന്റെ അളവിനെ കുറിച്ച് എനിക്ക് രാത്രികാലം ശോധന ചെയ്യാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കുറിച്ച് പറയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ദൈവസ്നേഹം. ദൈവം എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്? സ്വന്തം പുത്രനെ തന്ന് എന്നെ സ്നേഹിച്ചു. എന്റെ ബഹുവിധമായ പാപത്തെ, എന്റെ ഒരിക്കലും ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത അത്രമാത്രം വലിയ ശക്തമായിരിക്കുന്ന വലിയ കറപിടിച്ചതായ ആ പാപത്തെ ക്ഷമിച്ചു തരുവാൻ, പുത്രനിൽ വിശ്വസിച്ചത് കൊണ്ട് ക്ഷമിച്ചു തരുവാൻ, പുത്രനായ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിപ്പാൻ, നമ്മുടെ പാപത്തെ പൂർണ്ണമായി നീക്കി, ബ്ലോട്ട് ഔട്ട്, കംപ്ലീറ്റ് ആയി ഒരു ടീച്ചർ ഒരു ബോർഡ് എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കറുത്തൊരു ബോർഡിനകത്ത് ചോക്ക് കൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ് ആയി വൈപ്പ് ഔട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് നിത്യജീവൻ, മരണത്തിന്റെ അധികാരിയ പിശാചിനെ തന്നെ മരണത്താൽ നീക്കി, മരണഭീതിയിൽ അടിമയായിരുന്ന എന്നെ നിങ്ങളെ വിടുവിച്ചു. അതാണ് ദൈവസ്നേഹം. അല്ലാതെ ഈ ലോകത്തിലെ ധനമല്ല, ലോകത്തിലെ പദവികളല്ല, ലോകത്തിലെ ഉയർച്ചകളല്ല. റോമലേഖനം 8 ഒന്നാമത്തെ വാക്യം പറയുന്നത്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വാക്യം കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷേ അതിന് തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശു സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നു. എപ്പോൾ ക്രിസ്തുയേശുവിൽ ആകുന്ന വ്യക്തിക്ക് ദൈവസ്നേഹമാണ് നമ്മെ ക്രിസ്തുവിലാക്കി തീർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകസ്നേഹമല്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഇന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്ന നമുക്ക് ലോകത്തോടാണ് സ്നേഹം. വളരെ ലജ്ജയോട് പറയട്ടെ, നമ്മൾ പലർക്കും ലോകത്തോടാണ് സ്നേഹം, പദവികളോടാണ് സ്നേഹം, പണത്തോടാണ് സ്നേഹം, ഭൗതിക നന്മകളോടാണ് സ്നേഹം. നമ്മളിൽ നഷ്ടപ്പെട്ടു കൊണ്ടുവരിക്കുന്ന ഏറ്റവും ബഹുമൂല്യമായ കാര്യമാണ് ദൈവസ്നേഹം. സമയം പോകുന്നതുകൊണ്ട് ഞാൻ പോകട്ടെ. രണ്ടാമത്തെ കാര്യം, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ചുറ്റും, നമ്മുടെ മുമ്പിൽ ഒരു കൂട്ടം പേർ, അതായത് ഈ പ്രോഡിഗൽസനെ പോലെ അല്ലെങ്കിൽ ദൂതുപുത്രനെ പോലെ എല്ലാം നഷ്ടപ്പെടുത്തി നാനാവിധമാക്കി ജീവിക്കുന്ന വ്യക്തിയെ പോലെ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? അവന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടപ്പോൾ അവൻ ദേശത്തിൽ ഒരു പൗരദേശം ആശ്രയിച്ചു.
വായിൽ അവന് കിട്ടിയെന്താ? പന്നികളെ മേയ്ക്കുവാൻ. അപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. Praise the Lord. There are people without love and hope. അവന് പിതാവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു, അവന്റെ ജ്യേഷ്ഠന്റെ സ്നേഹം നഷ്ടപ്പെട്ടു, അവന്റെ വീട്ടിൽ അവനെ സഹചാരികൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ സഭയിലുണ്ടാകാം, നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, നമുക്ക് ചുറ്റും പാർക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് അവരെ കുറിച്ച് അല്പത്തിൽ ആശങ്കയുണ്ടോ? നമുക്കുള്ള ആശങ്ക നമ്മുടെ കടഭാരത്തെ കുറിച്ചോ, നമുക്കുള്ള ആശങ്ക നമ്മുടെ മക്കളുടെ ഉയർച്ചയെ കുറിച്ചോ, നമുക്കുള്ള ആശങ്ക നമ്മുടെ പദവിയെ കുറിച്ചോ, നമ്മുടെ ജോലിയെ കുറിച്ചൊക്കെയാണ്. പക്ഷെ നമുക്ക് ഒരു ക്രിസ്ത്യാനിയായ, ഒരു വിശ്വാസിയായ, ഒരു ബോൺ അഗെയിൻ അല്ലെങ്കിൽ വീണ്ടും ജനം പ്രാപിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്രകാരമുള്ള ജനത്തെ കുറിച്ചൊരു ആശങ്ക, ഒരു ആത്മഭാരം നമുക്ക് ഉണ്ടാകണം. There are people who lives surrounding us. നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. Praise the Lord. Hallelujah. സ്തോത്രം. ഇവിടെ നമുക്ക് സ്തോത്രം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ നഷ്ടപ്പെട്ടു പോയ, എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ വ്യക്തി തിരിച്ചു വരുമ്പോൾ ആ എൽഡർ സൺ, അവന്റെ മൂത്ത സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, സ്വന്തം സഹോദരനാണ്, അവന്റെ മനോഭാവം എന്തായിരുന്നു? അവനെ ജഡ്ജ് ചെയ്യാൻ. അവൻ വയലിൽ നിന്ന് കടന്നു വരുമ്പോൾ അവൻ വീട്ടിനകത്ത് പോലും കയറുന്നില്ല. അവൻ ഇവിടെ നിന്ന് ചോദിക്കുക, സ്തോത്രം, ഒരു ബാല്യക്കാൽ ഒരു തന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ഇതെന്താ വീട്ടിൽ ബഹളം? അപ്പൊ പറയുന്നു, അവൻ തടിച്ച കാളക്കുട്ടി അറുത്തു. എന്തിനാ അറുത്തത്? നഷ്ടപ്പെട്ടു പോയ നിന്റെ സഹോദരൻ തിരിച്ചു വന്നു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവന് വലിയ വ്യസനമായി. അവൻ ചോദിക്കുക, അപ്പനോട് ചോദിക്കുക, അപ്പാ, ഞാൻ ഇത്ര കാലമായി നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനകളൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല, എന്നാൽ എന്റെ ചങ്ങാതിമാരുമായി ആനന്ദിക്കണം, നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല. ദേഷ്യമായിട്ട് നിന്റെ മുതൽ തിന്നുപിടിച്ചു കളഞ്ഞ ഈ മകൻ തിരിച്ചു വന്നപ്പോഴോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളും അങ്ങനെയാ, ജഡ്ജിമാരാ. നമ്മുടെ കാര്യത്തിൽ നമ്മൾ എന്താകും? അഡ്വക്കേറ്റ് ആകും. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ നമ്മൾ പോലീസ് ആവും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യത്തിൽ തെറ്റുകൾ വന്നാൽ അതിനെ ന്യായീകരിക്കാൻ 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു പരാജയം വരുമ്പോൾ, നമ്മുടെ സഭയിൽ ഒരു വ്യക്തി ആരാധനയിൽ കടന്നു വന്നില്ലെങ്കിൽ, പണ്ട് കാലമാണെങ്കിൽ അവരെ അന്വേഷിച്ച് കൂട്ടുവിശ്വാസികൾ, ദൈവദാസൻ വീട്ടിൽ എത്തുന്നതിന് മുമ്പേ കൂട്ടുവിശ്വാസികൾ എത്തും. സഹോദരൻ എന്താ വരാഞ്ഞത്? അമ്മ എന്താ വരാഞ്ഞത്? അച്ഛാ എന്താ വരാഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വരും. എന്നാൽ ഇന്ന് ദൈവദാസന്മാരും ഇല്ല, സഹോദരന്മാരും ഇല്ല. സഭ വരാഞ്ഞ എന്താന്ന് ചോദിക്കത്തില്ല. ആഴ്ചകൾ കടന്നു വന്നില്ലെങ്കിലും ഒരാൾ പോലും വഴി വെച്ച് കണ്ടാ പോലും ചോദിക്കുന്നു. ആ ഒരവസ്ഥയിലേക്കായി. പണ്ട് കാലത്ത് നമ്മുടെ ഇടയിൽ ഒരാൾ സുഖമില്ലാതെ കിടന്നാൽ, ഹോസ്പിറ്റലിലാണ് കിടക്കുന്നെങ്കിൽ അവിടെ പോയി ഒരു 3-4 പേരും കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. മാത്രമല്ല പല വീടുകളിൽ ഉപവാസം പ്രഖ്യാപിക്കും. ദൈവമേ, എന്നെ വീട്ടിലെ അച്ചായന്, കറിയാച്ചായന് ദൈവം സൗഖ്യം കൊടുക്കും. നമ്മളിപ്പോൾ കാഹളം ധരിക്കുമ്പോൾ എടുക്കപ്പെടുന്ന വിശുദ്ധ ഗണങ്ങളോടൊപ്പം ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ഇന്ന് അതുപോലും പറയരുതെന്നാ ചില സഭകളിൽ പറയുന്നു. അവൻ കർത്താവ് യേശുവേ വേഗം വരണമേ എന്നുള്ള വാക്ക് ഇന്ന് പലയിടത്തും പറയത്തുമില്ല. കാര്യം പേടിയാണ്. കർത്താവ് ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതി എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് ഇന്ന് നമ്മുടെ വിശ്വാസങ്ങൾ മാറി. ദുഃഖകരമായ കാര്യമാണ്. ഇവിടെ എന്താണ് നാം ദൈവജനം പഠിപ്പിക്കുന്നത്? സ്നേഹം നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജനത്തിനിടയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ അവരുടെ നടുവിൽ എങ്ങനെയായിരിക്കണം? റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 11 ഭാഗങ്ങൾ വായിച്ചു നോക്കുക. എല്ലാ ഭാഗം വായിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ ചുരുക്കത്തിൽ അങ്ങ് പറയാം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. എവിടെ ഉത്സാഹം? ആരാധനയ്ക്ക് വരാൻ ഉത്സാഹമുണ്ടോ? പ്രാർത്ഥിപ്പാൻ ഉത്സാഹമുണ്ടോ? ഉപവസിപ്പാൻ ഉത്സാഹമുണ്ടോ? ഉത്സാഹം നഷ്ടപ്പെട്ടു. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആത്മാവിൽ എവിടെ എരിവ്? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധീകരിപ്പാൻ
മ്യൂട്ട് ആയി, അൺമ്യൂട്ട് ചെയ്താട്ടെ. ഓക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? Yes, ഓക്കെ, കേൾക്കാം. അപ്പോൾ ഞാൻ പറയട്ടെ, സ്തോത്രം. ആശയെ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. കഷ്ടത വരുമ്പോൾ പിറുവിറുക്കാനല്ല, സഹിഷ്ണുതയോടെ. എന്റെ കർത്താവ് കാൽവറിയിൽ കഷ്ടം സഹിച്ചു മരിച്ചു. അതുകൊണ്ട് ആ കഷ്ടം ഏൽക്കുമ്പോൾ പൗലോസിനെ പോലെ ക്രിസ്തുയേശുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എന്റെ ജഡമാകുന്ന ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രോഗം വരുമ്പോൾ, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, ബിസിനസ് പരാജയപ്പെടുമ്പോൾ, ഓഫീസിൽ പ്രശ്നം വരുമ്പോൾ, നമുക്കെതിരെ കുശുശുപ്പും കുന്നായ്പകളും മറ്റും അസൂയയും പടലപ്പിണക്കങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, അവിടെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സേവിക്കുന്നു, ദശാംശം കൃത്യമായി കൊടുക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വികാസം വന്നപ്പോൾ ഞാൻ ദശാംശം കൊടുത്തതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ സംഭവിച്ചത്? എനിക്ക് കിട്ടേണ്ട പേയ്മെന്റ് കിട്ടുന്നില്ല, എനിക്ക് കിട്ടേണ്ട സാലറി കിട്ടുന്നില്ല, എനിക്ക് കിട്ടേണ്ട ഉയർച്ച കിട്ടുന്നില്ല. എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്തോ തടസ്സപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾ വിശ്വാസം പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം രാത്രികാലം അഴിയും, ആ കെട്ടുകൾ ഇന്ന് രാത്രികാലം പൊട്ടും. വിശ്വാസം നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് പ്രകാരം നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് തൊടുവാൻ സാധിക്കും. കഷ്ടതയിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിരിക്കാൻ കഴിയുന്നുണ്ടോ? നേരം പോക്ക് കഴിഞ്ഞോട്ട് വന്നിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് 1 മിനിറ്റിൽ ഒരു പ്രാർത്ഥന നടത്തി. 1 മിനിറ്റിന്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്വാളിറ്റിയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഈ കൊറോണ സമയത്ത് എത്ര ദിവദാസന്മാർ പട്ടിണി കിടക്കുന്നുണ്ട്, എത്ര ദിവദാസന്മാർ ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ കടന്നു പോകുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടുവിശ്വാസികൾ, പാസ്റ്റർമാരായാലും പോട്ടെ, കൂട്ടുവിശ്വാസികൾ ജോലിയില്ലാതെ, കടയൊക്കെ നടത്തുന്ന ഒരു കട തുറക്കാൻ കഴിയാതെ, വിഷമത്തിലും കടക്കണിയിലും ആ ബാങ്കിൽ നിന്നൊക്കെ എടുത്ത ലോണുകൾ പോലും അടയ്ക്കാൻ കഴിയാതെ എത്ര പേർ കഴിയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കൂട്ടായ്മയെ കുറിച്ചൊക്കെ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിസൽക്കാരം ആചരിക്കാൻ, അത് ഇന്നത്തെ കാലത്ത് നിരോധിക്കപ്പെട്ട കാര്യം. അതിസൽക്കാരം ഞാൻ വിടുകയാണ്. അതിസൽക്കാരം ആചരിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പൻ. ഉപദ്രവിക്കുന്നവരെ കാണിച്ചു കൊടുക്കും, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, രൗദ്രഭാവത്തിലേക്ക് നാം മാറി. ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. കരയുന്നവരോട് കരയുക, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക, തമ്മിൽ ഐക്യബദ്ധമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവാൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കാറുണ്ട്, അതുകൊണ്ട് ഞാൻ കാറുള്ളവനോട് കൂടെ കമ്പനി കൊടുത്തോളൂ. പ്രൈസ് ദി ലോർഡ്. വലിപ്പം ഭാവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, വലിപ്പം ഭാവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ ദൈവം തന്നതാ, അതെന്റെ അദ്ഭുതമല്ല, എന്റെ ഹാലിയാസ്തോത്രം യോഗ്യതയല്ല, എന്റെ കഴിവല്ല. എന്നേക്കാൾ യോഗ്യതയുള്ളവർ, എന്നേക്കാൾ കഴിവുള്ളവർ ഇത്തരം ഞാൻ അനുഭവിക്കുന്ന നന്മകൾ അനുഭവിക്കാൻ നിൽക്കുമ്പോൾ അത് ദൈവം എന്നോട് കാണിച്ച പ്രത്യേകമായ കൃപയാണ്. അതുകൊണ്ട് അത് ഞാൻ അനുഭവിക്കുന്നെങ്കിൽ ഞാൻ സ്തോത്രത്തോടെ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആർക്കും പകരം തിന്മ ചെയ്യരുത്. സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മക്കളെ, നമ്മൾ സഭയിലോ അല്ലെങ്കിൽ പഠിപ്പിക്കലോ അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ മെസ്സേജിലൊക്കെ നമ്മൾ വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ പറയും. വിശുദ്ധ മാനദണ്ഡങ്ങൾ തെറ്റിക്കുന്നവരെയും നിശ്ചിതമായി നാം വിമർശിക്കും. ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകളൊക്കെ ഉടലെടുത്തതിന്റെ കാരണം എന്താ? നമ്മുടെ പരാജയം, എന്റെ പരാജയം, ഞാൻ നിൽക്കുന്ന സഭയുടെ പരാജയം, എന്റെ നേതാക്കളുടെ പരാജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും പരാജയം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവസഭകൾ അങ്ങോട്ടാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പെടുന്നു പറഞ്ഞുകൊണ്ട് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു മുറി എടുത്തിട്ട് അതിനെ ആ ഒരു ടെസ്റ്റ് വിത്തൗട്ട് കോണ്ടസ്റ്റ് എന്ന് വെച്ചാൽ പ്രീ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ വാക്യങ്ങളും ഓരോ കാര്യങ്ങളും പറയുന്നതിന് അതിന്റെ ഒരു സാഹചര്യം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കർത്താവ് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്, അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഉപമ പറയാനൊരു കാരണമുണ്ട്. അതിന് 1-ാമത്തെ വാക്യം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തോളം ചുങ്കക്കാരും പാവികളും എല്ലാം അതിന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുവിറുത്തു. അപ്പോഴവൻ ഉപമ പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിച്ചത്. നിങ്ങളുടെ പോയ ആടിനെ നിങ്ങൾ തിരഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ല.
10 ദിരമയിൽ 1 ദിരമ നഷ്ടപ്പെട്ടു പോയാൽ 10 ആയാലും ഒന്നല്ലേ പോയുള്ളൂ, ആ സാരമല്ല, അത് തിരിച്ചു കിട്ടിക്കൊള്ളും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. നമുക്ക് നമ്മുടേതായ ന്യായവാദങ്ങളുണ്ട്. ഉച്ചയോടെ കേറ്റ് പറയാണ് മൂന്നാമത്തെ കാര്യത്തിൽ, മൂന്നാമത്തെ ഉമ്മയിലേക്കാണ് വരുമ്പോൾ, എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ധൂർത്തുപുത്രൻ അവനോട് കാണിക്കുന്ന മനോഭാവം, ജ്യേഷ്ഠ സഹോദരന്റെ മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്ന് അവരോട് മുമ്പിൽ വിരൽ ചൂണ്ടി പറയുക. നിങ്ങൾ കേവലം മതത്തിന്റെ വക്താക്കളാണ്. നിങ്ങൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ ദൈവസ്നേഹമില്ല, നിങ്ങളിൽ പ്രത്യാശയില്ല. നിങ്ങളിലുള്ളത് ലോകത്തിന്റെ സ്നേഹമാണ്, നിങ്ങൾക്കുള്ളത് ലോകത്തിന്റെ തത്വശാസ്ത്ര ഫിലോസഫിയുമാണ്, ലോകത്തിന്റെ ജ്ഞാനമാണ് നിങ്ങൾ തലയിൽ കുമിഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവിക ജ്ഞാനം നിങ്ങളിലേക്കില്ല. പ്രൈസലോ. അതുകൊണ്ട് ലോകത്തിന് ജ്ഞാനം വേണ്ടെന്നല്ല. പ്രൈസലോ. നമ്മൾ ലോകത്തിന് ജ്ഞാനം ഉള്ളപ്പോൾ തന്നെ ദൈവിക ജ്ഞാനം കൂടിയുള്ളവരാണ്. പ്രൈസലോ. പ്രൈസലോ. മൂന്നാമത്തെ ഇത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, പീപ്പിൾ വിത്തൗട്ട് ഗോഡ്. എല്ലാം നഷ്ടപ്പെടുത്തി ദൂരദേശത്തേക്ക് പോയ മനുഷ്യൻ, പ്രൈസലോ, അവൻ എന്ത് ചെയ്യുന്നു? അവനെല്ലാം നഷ്ടമായി. അവന്റെ കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്ഷിപ്പ് പോയി, അവന്റെ പിതാവിന്റെ സ്നേഹം പോയി, അവന്റെ ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹം പോയി, അവന്റെ മറ്റു വീട്ടിലെ ജോലിക്കാരുടെ സ്നേഹങ്ങളും കരുതലും എല്ലാം പോയി. അവനൊരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മയുടെ സ്നേഹം പോയി. പ്രൈസലോ. അത് അമ്മയെ കുറിച്ച് അത് പറയുന്നില്ല. പ്രൈസലോ. സ്തോത്രം. അപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തി. അതായത് അമ്മയെ കുറിച്ച് പറയാത്തോണ്ട് ഞാൻ ചിലപ്പോൾ ഒരു അമ്മ ഇല്ലായിരിക്കാം. എങ്ങനെ അമ്മയുടെ സ്നേഹം കൂടി കൊടുത്താണ് പിതാവ് ആ മക്കളെ രണ്ടുപേരെയും കരുതിയിരിക്കുന്നത് നമുക്ക് ഇത് കാണാൻ കഴിയും. പ്രൈസലോ. പക്ഷേ എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ എന്തിനാ അങ്ങനെ പോയത്? അവന്റെ ഉള്ളിലെ ചിന്ത ഇതാണ്. അവന്റെ മുമ്പിൽ അവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ചില ദൗത്യങ്ങളുണ്ട്. ഒരു മകൻ എന്ന നിലയിൽ അവന് ചെയ്യേണ്ടത് ചില കടമകളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ നിന്ന് അവൻ ഫ്രീ ആകുകയാണ്. പ്രൈസലോ. അവന്റെ ആഗ്രഹം എന്താ? അവനിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, ചുമതല, തന്റെ പിതാവിനെ ശുശ്രൂഷിക്കേണ്ട ചുമതല, തന്റെ ജ്യേഷ്ഠനെ ശുശ്രൂഷിക്കേണ്ട ചുമതല, തന്റെ വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും വസ്തുവകളുടെ കാര്യങ്ങളും കൃഷി കാര്യങ്ങളും നോക്കേണ്ട ചുമതല, തന്റെ അൽഫോനക്കാരുടെ ബന്ധത്തിൽ തനിക്കുള്ള ബാധ്യതകള്, കടപ്പാടുകൾ, തന്റെ റിലേറ്റീവ്സിനുള്ള തന്റെ ബാധ്യതകൾ, ഇതൊന്നും എനിക്ക് നോക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് ആരാധന മുടക്കിയിട്ട് കടകമ്പോളങ്ങളിൽ പോയി കുത്തിയിരിക്കുന്നത് പോലെ, പ്രൈസലോ, സ്തോത്രം, എന്ത് ചെയ്യുന്നു? സ്തോത്രം. അവന്റെ റെസ്പോൺസിബിലിറ്റി അവൻ ഫ്രീ ആയി ചെയ്തത്. His desire to free from responsibility. പ്രൈസലോ. അവന്റെ ആഗ്രഹം എന്താണ്? അവന്റെ ആഗ്രഹം എന്താ? ഈ റെസ്പോൺസിബിലിറ്റി, ഈ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ഏറ്റെടുക്കാൻ ആവശ്യമില്ല, എനിക്കതിന് ചെയ്യാൻ മനസ്സില്ല. രണ്ടാമെന്താണ്? സെൽഫ് സെന്റേർഡ്നെസ് എന്ന് വെച്ചാൽ അവന്റെ സ്വയം കേന്ദ്രീകൃതമായിരിക്കുന്ന കാര്യങ്ങൾ, തന്റെ കാര്യം എന്താണ്? എനിക്കെല്ലാം കിട്ടണം, എനിക്ക് വേണം, ഗീവ് മീ. ഇന്ന് ആൾക്കാരെല്ലാം കടകളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് പറയുന്നത് സർക്കാരിന്റെ സഹായം വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുന്നവർക്ക് സഹായം വേണം, സഹായത്തിന് വേണ്ടി ഗീവ് മീ എന്ന് പറയുന്നു. സഭകളിലെല്ലാം നോക്കുന്ന മറ്റുള്ള സഹായിക്കുക, എന്നെ സഹായിക്കുക, എനിക്കെന്തെങ്കിലും തരണം, എനിക്കെന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. എന്നാൽ അത് സെൽഫ് സെന്റേർഡ്നെസ് കാണിക്കുന്നത്. എന്നെ സാധിക്കുക. അപ്പൊ നമ്മെ പോലെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അൺപ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി, അവസരങ്ങൾ ലഭിക്കാത്തവർ, അടിച്ചമർത്തപ്പെട്ടവർ, താഴ്ത്തപ്പെട്ടവർ. പ്രൈസലോ. പലപ്പോഴും നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിക്ക് എന്തില്ല എന്നുള്ളതാണ്. പ്രൈസലോ. ഹല്ലേലൂയ. സഭയിലെ ദൈവദാസൻ എവിടുന്നോ പൈസ പിരിച്ച് പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കിറ്റ് കൊടുത്തില്ലെങ്കിൽ പാസ്റ്റർ കാണും പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. പാസ്റ്റർ എനിക്ക് തന്നില്ല, അവന് കൊടുത്തു. പാസ്റ്റർക്ക് അവനോടാ സ്നേഹം, അവരോടാ സ്നേഹം, അവളോടാ സ്നേഹം, ആ കുടുംബത്തോടാ സ്നേഹം എന്ന് വിചിന്തനം ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നാൽ അവർക്കത് കൊടുത്തല്ലോ, ദൈവദാസൻ അത് കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. പ്രൈസലോ. പ്രൈസലോ. നമ്മളുള്ള സെൽഫ് സെന്റേർഡ്നെസ്, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ, നന്മ ലഭിച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ സമൂഹം. പെന്തക്കോസ്ത് സമൂഹം ദൈവത്തോളം അങ്ങനെ ആയിരുന്നില്ല. നമുക്കുള്ളത് മറ്റുള്ളവരിലേക്ക് നാം ഷെയർ ചെയ്യുമായിരുന്നു. നമുക്ക് ഒരു പറമ്പില് 10 തെങ്ങുണ്ടെന്ന് നേരിട്ട് അതിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു ദശാംശം ഓടി ചെന്ന് ദൈവദാസൻ അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് കൊണ്ട് കൊടുക്കും. പ്രൈസലോ. കാച്ചു കിഴങ്ങിളച്ചാലും കപ്പ എടുത്താലും പ്രൈസലോ അതിലൊരു ഭാഗം ദൈവസഭയ്ക്ക് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഷെയർ ചെയ്യുമായിരുന്നു. ഇന്ന് ആ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം സെൽഫ് സെന്റേർഡ്നെസ്.
മക്കളും കാണും പഠിച്ച് നല്ല നന്മ പ്രാപിച്ച് യൂറോപ്പിലോ വിദേശ രാജ്യങ്ങളിലോ പോയാൽ പിന്നെ പാവപ്പെട്ടവരെ കണ്ട ആ വീട്ടുകാര് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഞാൻ ആരെയും കുത്തി പറയുകയല്ല, നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അവന് ഈ മകനെ കുറിച്ച് സമയത്തുകൊണ്ട് വേഗത്തിൽ ചുരുക്കി പറയാം. ഡിസപ്പോയിന്റ്മെന്റ്. എന്താണ് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായത്? അവന്റെ ധനമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, അവന്റെ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ആ ദേശത്ത് അവൻ പാർക്കുന്ന ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ അന്നേരം എന്ത് ചെയ്തു? ഡിസപ്പോയിന്റ്മെന്റ്, നിരാശനായി. എപ്പോഴാണ് നമ്മൾ നിരാശ ആവുന്നേ? നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ ആരെ കുറ്റം പറയും? പാസ്റ്റർ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എന്നോട് ഞാൻ ശുശ്രൂഷ രംഗത്ത് നിന്നുകൊണ്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാത്തത്. പ്രൈസ് ദി ലോർഡ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കാത്തയാന്നു ഒരു ദേവദാസൻ എന്ന് പറയാം. ദേവദാസൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ പാസ്റ്റർ ജോൺസൺ മാസ്റ്റർ ഒരു ദേവദാസനാണല്ലോ. നമ്മൾ ഒരു സഭയില് ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിൽ എല്ലാവർക്കും വേണ്ടി ഈക്വൽ ആയിട്ട് ഒരേപോലെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ നന്മ കിട്ടണമെന്നും ഉയർച്ച കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദേവദാസൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ആരെയും പക്ഷം തിരിച്ച് കാണത്തില്ല. കൂടുതൽ കൊടുത്തവും കുറച്ച് കൊടുക്കുന്നവരുടെ ഒന്നും ഒരു പക്ഷപാതം കാണത്തില്ല. എല്ലാവരുടെ ദൈവസന്നിധിയിൽ ആ നേരോടെ അല്ലെങ്കിൽ നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ ഓരോ കുടുംബത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ദൈവമേ, ഇന്നാളെ അനുഗ്രഹിക്കണമേ, ഇന്നാൾക്ക് സുഖമില്ല, അവർക്ക് നന്മ കൊടുക്കണമേ, അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണമേ, അവരെ ആ ചെറിയ വീടിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊടുക്കണം, അവരെ ഇടുക്കും ഞെരുക്കൊന്നും മാറ്റി കൊടുക്കണമേ എന്ന് പറഞ്ഞ ഒരു ദിവസം പ്രാർത്ഥിക്കാറുള്ളൂ. പ്രൈസലോ. ആർക്കും ഒരു കോട്ടം സംഭവിക്കണമെന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ഈ കാലഘട്ടത്തില് നെഗറ്റീവ് പ്രയറുകളും ഉണ്ട്. നമ്മളെ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും മോശമായി ചിത്രീകരിച്ച് അവർ പറയും, ദൈവം അവനെ ഒരു പാഠം പഠിപ്പിക്കണം, ദൈവം അവർക്ക് കൊടുക്കും, ദൈവം അവനെ ശിക്ഷിക്കും എന്നൊക്കെ പറയുന്ന കൂട്ടത്തില്ല. എന്നാൽ വചനം ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? ശത്രുവിനെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ വിശക്കുന്നവർ തിന്മാൻ കൊടുക്കണമെന്നും എന്നൊക്കെയാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സാഹചര്യത്തില് അതിന് തികച്ചും വിരുദ്ധമായി കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ മുഷ്ടി ചുരുട്ടി മുഖത്തിടിക്കുമ്പോൾ കർത്താവ് തിരിച്ചൊരു വാക്ക് പറഞ്ഞില്ല. അവന്റെ മുഖത്തെ രോമങ്ങൾ പിച്ചി പറിച്ചെടുക്കുമ്പോൾ അവൻ തിരിച്ചൊരു വാക്കും പറഞ്ഞില്ല. യേശുവിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവന് രോമം കത്തിരിക്കുന്നിടയിൽ മിണ്ടാതിരിക്കുന്ന ഒരു ആടിനെ പോലെ, മിണ്ടാതിരുന്ന ഒരു ആടിനെ പോലെ അവന്റെ മുഖത്ത് അവന് ഹല്ലേലൂയ, അവൻ സ്വർഗത്തിലെ പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്ന പുത്രനാണ്. അവന്റെ ദൈവത്വത്തെ ഹല്ലേലൂയ അവൻ മാറ്റിവെച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ ഹല്ലേലൂയ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ അവൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവനെ ക്രൂരമായി ഉപദ്രവിച്ച ജനത്തിന്റെ അവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ. നമ്മൾ എത്ര പേർ ബുദ്ധിമുട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അസുഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം നമ്മുടെ ഹൃദയത്തിന്റെ വൈരാഗ്യമാണ്, കോപമാണ്. ദുഷ്ടത കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് നെഗറ്റീവ് പ്രയർ. ഇന്ന് നെഗറ്റീവ് പ്രയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇത് മാറ്റിക്കളയണം. ആരെ ശിക്ഷിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കരുത്. മാനസാന്തരപ്പെടുവാനും നന്മ പ്രാപിക്കുവാനും ദൈവത്തോട് സമാധാനം പ്രാപിക്കാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഉയർച്ച കണ്ട് സന്തോഷിക്കുകയാണ് നാം വേണ്ടത്. നന്മയ്ക്ക് വേണ്ടിയോ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അബദ്ധവശാൽ ഒരാൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തോട് പറയാൻ, കർത്താവേ, ആ വ്യക്തി എന്നെ ഹൃദയം കൊണ്ട് എന്നെ വേദനിപ്പിച്ചു, അവരോട് നിശ്ചയിക്കണമേ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. സ്തേഫാനോസ് കല്ലെറിയപ്പെടുമ്പോൾ പറയുന്നത്, കർത്താവേ, അവരുടെ പാപത്തെ നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കൈകൂപ്പി പ്രാർത്ഥിപ്പാൻ അവൻ സ്തേഫാനോസ് എന്ന് പറഞ്ഞ വിശുദ്ധനെ കഴിയുമെങ്കിൽ നമുക്ക് കഴിയണം. അതാണ് ദൈവസ്നേഹം നമ്മെ പഠിപ്പിക്കുന്ന ദൈവസ്നേഹം. സകലം നഷ്ടപ്പെട്ടപ്പോൾ, കാര്യങ്ങളൊക്കെ നടന്ന് ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും, വരും, നിരുത്സാഹം കടന്നു വരും. പഴയപോലെ സഭകളിൽ കടന്നു വരാൻ കഴിയുന്നില്ല, ആ സന്തോഷമില്ല. ഇപ്പൊ ആരാധനയ്ക്കൊന്നൊരു സന്തോഷമില്ല. ഇപ്പം വലിയ സന്തോഷം തോന്നുന്നില്ല. പാസ്റ്റർ കുറ്റമാണോ? ആരാധനയുടെ കുറ്റമാണോ? ചില കാര്യങ്ങൾ നടക്കേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ചിന്ത, നിരാശകരമായിരിക്കുന്ന ചിന്ത, അല്ലെങ്കിൽ നിരുത്സാഹകരമായിരിക്കുന്ന ചിന്തയാണ് മനസ്സിന് ഭരിക്കുന്നത്. അതുകൊണ്ടാണ്
എന്നാൽ അത് മാറ്റി വെച്ച ദിവസങ്ങൾ പ്രാർത്ഥിച്ചു നോക്കേ, എന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും, എന്റെ ദൈവം മാറ്റും, എന്റെ സാമ്പത്തിക ക്ലേശങ്ങൾ അവൻ മാറ്റും, എന്റെ ശാരീരിക ബുദ്ധിമുട്ട് അവൻ മാറ്റും, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തും എന്ന് പറഞ്ഞ് ദൈവസ്ഥാനത്തെ ശക്തമായി കുടുംബമായി ഒന്ന് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചൊന്ന് കരം കോർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കേ. എന്നിട്ട് സഭകളിൽ പോയി ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച്, ഇവിടുത്തെ സഭകളിൽ കടന്നു പോകാൻ കഴിയത്തില്ല, ശരി തന്നെയാണ്, എങ്കിലും നാം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, അതിനെ പഠിപ്പിക്കുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, എന്താണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം, ഗോഡ് ആൻഡ് ഹിസ് ലവ്. രണ്ടാം നമ്മൾ പഠിപ്പിച്ചത്, there are people who surround us without hope and love. സ്നേഹം നഷ്ടപ്പെട്ടവരായി, പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ഒരു കൂട്ടം പേർ നമുക്ക് ചുറ്റും താമസിക്കുന്നുണ്ട്. അവർക്കെതിരെ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? പീപ്പിൾ വിത്തൗട്ട് ഗോഡ്, ദൈവമില്ലാതെ, സുഹൃത്തുപുത്രൻ അവന് ദൈവമില്ല, ആരുമില്ല എന്ന രീതിയിൽ അവൻ ഒറ്റയ്ക്ക് തന്റെ റെസ്പോൺസിബിലിറ്റി മറന്നുകൊണ്ട് അവനത്തേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? ഇന്ന് നാം ക്രിസ്തുവിൽ നാം ദൂരത്തായിരിക്കുന്നുവെങ്കിൽ, വിശ്വാസം നാം ദൂരത്തായിരിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ നാം ദൂരത്തായിരിക്കുന്നുവെങ്കിൽ, ആരാധന നാം ദൂരത്തായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ കടപ്പാടുകളും കടമകളും നാം ദൂരത്തായിരിക്കുന്നുവെങ്കിൽ, അത് മാതാപിതാക്കളോടാകട്ടെ, സഹോദരങ്ങളോടാകട്ടെ, കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ, അയൽക്കാരോടാകട്ടെ, നമ്മുടെ കടമകൾ നാം ദൂരത്തായിരിക്കുന്ന നാം മടങ്ങി വരിക. വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം എല്ലാവരുടെ സ്നേഹം ആചരിച്ച് സമാധാനമായിരിക്കാനാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പരസ്പര വൈരാഗ്യത്തിനുള്ള സമയമല്ല, കാരണം നമ്മുടെ കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് കടന്നു വരുവാൻ സമയം അടുത്തിരിക്കുന്നു. അതിനെല്ലാം നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങളായി ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത്, ഇന്നും അത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ നമ്മുടെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. പറയുന്നു, അവൻ പോകുന്നത് പോലെ തന്നെ മടങ്ങി വരും. ഈ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി പാപികളാൽ ഉപദ്രവം സഹിച്ചും മരിക്കണമെന്ന് തിരുവചന നിവർത്തിയാണെങ്കിൽ, അതേപോലെ നിവർത്തിയാകുന്ന ഒരു കാര്യമാണ് കർത്താവ് പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന്. അതുകൊണ്ട് നാം ദൈവമില്ല, ദേവനുമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന നാട്ടിലൊരു ചൊല്ലാണത്. അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പ്രൈസലോ, നാം ദൈവമില്ല എന്ന രീതിയിൽ നാം ഒരിക്കലും ജീവിപ്പാൻ ഇടവരരുത്. നമുക്കൊരു ദൈവം, ആ ദൈവം ഹല്ലേലൂയ സ്തോത്രം, മരം കൊണ്ടുള്ള ദൈവമല്ല, ആ ദൈവം കല്ല് കൊണ്ടുള്ള ദൈവമല്ല, ആ ദൈവം ഏതെങ്കിലും മെറ്റൽ കൊണ്ടുള്ള ദൈവമല്ല. നമ്മുടെ ദൈവം ഹല്ലേലൂയ, അവൻ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ കർത്താവാണ്. ആ കർത്താവിനെ നാം കാണുന്ന ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ഡിസപ്പോയിന്റ്മെന്റ് എല്ലാം മാറണം. ഇനി 4 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവസ്നേഹിക്കാം. ഈ വ്യക്തി അവന്റെ ജീവിതത്തിൽ ക്ഷാമം കടന്നു വന്നപ്പോൾ അവൻ ദേശത്തിലെ പൗരനെ ആശ്രയിച്ചു. അവന് കൊടുത്ത ജോലി എന്താ? പന്നികളെ മായ്ക്കുന്നു. ദൈവത്തെ ത്യജിച്ച്, ദൈവിക പ്രമാണത്തെ ത്യജിച്ചു പോകുന്നവർക്കൊരു താക്കീതാണ് ഈ വചനം. എന്താണ്? നാം ദൈവത്തെ വിട്ടുകളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയം നാം മനസ്സിലാക്കുക. ലോകത്തിലെ ധനമാണ് എനിക്ക് വലുത്, ഉയർച്ചയാണ് വലുത്, അല്ലെങ്കിൽ സമ്പാദ്യമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുറകെ നാം പോകുമ്പോൾ ഇതെല്ലാം നഷ്ടമാകും. നമുക്കുണ്ടാകുന്ന സൗന്ദര്യം നഷ്ടമാകും, നമുക്കുണ്ടാകുന്ന ധനം നമുക്ക് നഷ്ടമാകും, നമുക്കുണ്ടാകുന്ന വസ്തു നമുക്ക് നഷ്ടമാകും, നമുക്കുണ്ടാകുന്ന മക്കൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമാകും. നമ്മെ സ്നേഹിക്കുന്ന പലരും നമ്മെ കൈവിട്ടു പോകും. നമ്മെ ഒരിക്കലും കൈവിടാത്ത ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം. പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല. കാർമുകിലിനെ പോലെ നിന്റെ പാപത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയും. ഞാൻ നിന്നെ ഓമന പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ എന്റെ ഉള്ളക്കരത്തിൽ വരച്ചിരിക്കുന്നു. ഇത്ര ബന്ധത്തിലുള്ള വാക്കുകളാണെങ്കിലും ഇന്ന് രാത്രികാല വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ സന്തോഷമുണ്ട്. എന്റെ കർത്താവ് എന്നെ അറിയുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ട് സ്തോത്രം രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ് ഇങ്ങനെ സന്ധ്യയ്ക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു പരസ്യയോഗത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവദാസനോടെ, കോട്ടയത്തുള്ള എബ്രഹാം തോമസ് ദൈവദാസനോടെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചത്, മകനെ നിന്റെ താലന്തുകളെ യഹോവയ്ക്കായി സമർപ്പിക്കുക. ഞാനത് വരെ ചിന്തിച്ചത്, ദൈവം എന്നെ അറിയുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ച സ്ഥാനത്ത് അന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കി, ദൈവം എനിക്കുണ്ട്, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ലോകത്തിൽ ആരും എനിക്കില്ലെങ്കിലും എനിക്ക് ദൈവമുണ്ട്. ഇന്ന് ആൾക്കാർ മദ്യപാനത്തിന്റെയും പുകയിലുടെയും അല്ലെങ്കിൽ നിരാശരായി ആത്മഹത്യയിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം അവർക്കൊരു ദൈവമില്ല എന്നുള്ളത് കൊണ്ടാണ്.
അവർക്ക് ഒരു ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ, അവരെ സ്നേഹിക്കുന്ന ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസം ഹൃദയത്തിലുണ്ട് എങ്കിൽ, അവരൊരിക്കലും സ്തോത്രം മരണത്തേക്ക് അവർ തന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, ആത്മഹത്യക്ക് വിട്ടു കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാക്കുക. സ്തോത്രം. ഇവിടെ അവനെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവന് സുബോധം വന്നു. 17ാം വാക്യം, അവന് സുബോധം വന്നു. അപ്പോൾ അവൻ അവനെ കുറിച്ച് തന്നെ ചിന്തിച്ചു. He began to know himself. അവനെ കുറിച്ച് തന്നെ ചിന്തിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. He know his need. അവന്റെ ആവശ്യത്തെ കുറിച്ച് അവന് ബോധം വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ വിശപ്പ് വന്നപ്പോൾ അവന് നാണം കെട്ട അവസ്ഥയിൽ, എന്ന് വെച്ചാൽ പന്നി കൊടുക്കുന്ന വാള വരെ തിന്നാൻ കൊതിച്ചിട്ട് അതുപോലെ അവന് കിട്ടിയില്ല. അവിടെ അവൻ നാണം കെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവന്റെ അപ്പന്റെ കുടുംബത്തെ കുറിച്ച് ബോധം വന്നു. He remembered his house. അവന്റെ വീടിനെ കുറിച്ച്, അവന്റെ അപ്പന്റെ വീട്ടിൽ ജോലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നതിനെ കുറിച്ച് അതൊക്കെ അവൻ ഓർമ്മ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? അവനോട് അവന് പറയുന്നു, ഇനി ഞാൻ അപ്പന്റെ അടുക്കൽ ഓടിച്ചെല്ലും. അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട് ഞാൻ പറയാം, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗ്ഗത്തോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് കടന്നു പോവാൻ അവൻ താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് എത്രത്തോളം ദൂരത്തായിരിക്കുന്നല്ല, ദൂതപുത്രനെ പോലെ എത്ര വേഗത്തിൽ നാം അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരാമെന്ന് നാം ഇന്ന് രാത്രി ചിന്തിക്കണം. വിശ്വാസം നാം ദൂരത്തായിരിക്കുന്ന രാത്രിക്കാലം ഒരു മടങ്ങി വരേണ്ട രാത്രിയാകട്ടെ. ലോകത്തിലെ ധനം നമുക്ക് ശാശ്വതമല്ല, ലോകത്തിലെ ഉയർച്ചകൾ നമുക്ക് ശാശ്വതമല്ല, ലോകത്തിലെ ഒന്നും നമുക്ക് ശാശ്വതമല്ല. ബന്ധങ്ങളോ നമുക്കുണ്ടാകുന്ന കുടുംബങ്ങളോ സമ്പാദ്യങ്ങളോ പേരുകളോ ഒന്നും നമുക്ക് ശാശ്വതമല്ല. ഇവർ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം മാത്രമേ നമുക്കുള്ളൂ. കൊറോണ വന്നു, അതിന്റെ 3ാമത്തെ വേവും കടന്നു വന്ന് ലോകത്തെ കറന്നു തിന്നുമ്പോൾ, നമ്മൾ ഇന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല എന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യത്തിലായിരിക്കുമ്പോൾ, നമുക്കുള്ളത് കർത്താവാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നൊക്കെ പറയുവാൻ കഴിയട്ടെ. നമ്മുടെ ഡിസപ്പോയിന്റ്മെന്റ് മാറട്ടെ, നമ്മൾ സ്നേഹമുള്ളവരാകട്ടെ, വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, വചനപ്രകാരം നമുക്ക് ജീവിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രികൾ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാത്രികൾ നാം കേൾക്കേണ്ട വചന ഭാഗത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കടമകളെ, ഉത്തരവാദിത്തങ്ങളെ അത് വെടിപ്പോടും നിർമ്മലതയോടും കൂടെ ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ഒന്നാമത് നമുക്ക് സ്നേഹമുള്ളവരാകുക. 2, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ ജനത്തെ നടുവിൽ നാം ഇരിക്കുമ്പോൾ അവരെ നാം സ്നേഹിപ്പാനും അനാവശ്യമായി വിമർശിക്കാതെ, വിമർശന കണ്ണുകൾ കൊണ്ട് കാണാതെ, പ്രൈസ് ദി ലോർഡ്, സ്നേഹത്തോടെ വീണ്ടെടുപ്പാനും കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. മകൻ ഒരു തെറ്റ് ചെയ്താൽ പിതാവ് അവനോട് എങ്ങനെയോ ക്ഷമിക്കുന്നത്, അതേപോലെ നമുക്ക് ക്ഷമിപ്പാൻ കഴിയട്ടെ. ക്ഷമയുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ക്ഷമിപ്പാൻ കഴിയുന്ന, സ്നേഹിപ്പാൻ കഴിയുന്ന, കൂട്ടസഹോദരങ്ങളോട് ക്ഷമിപ്പാൻ കഴിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. ദൈവമില്ലാത്തവരായി ജീവിക്കുന്ന അനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ മുമ്പിൽ ഒരു ദൈവത്തെ കാട്ടിക്കൊടുപ്പാൻ, നാം സേവിക്കുന്ന ദൈവം ആരെന്ന് കാട്ടിക്കൊടുപ്പാൻ നമുക്ക് കഴിയട്ടെ. നിരാശര ജനത്തിന് ആശ്വാസമായി നാം തീരട്ടെ, ഒരു തണുപ്പായി തീരട്ടെ. തന്നെ കൽപ്പിച്ചു കൊടുക്കാം. സമയം കടന്നുപോയല്ലോ. ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടി നമ്മളെ കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സുഖത്തിലെ കർത്താവേ, രാത്രികാല കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്കൂടെ ഇപ്രകാരം ഒരു അവസരം കർത്താവെ സ്തോത്രം, വചന ശുശ്രൂഷിപ്പാൻ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിനെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവവിശ്വാസികളെ അനുഗ്രഹിക്കണമേ. ഇതുവരെ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പീഡനെയും ദൈവം അനുഗ്രഹിക്കണമേ. കടുവിസാളുടെ ഈ പ്രാർത്ഥനകളെയും മീറ്റിങ്ങുകളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇത് വചന ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ദൈവം അത് മാറ്റിക്കൊടുക്കണമേ. രോഗികളെ നീ സൗഖ്യമാക്കണമേ. അവരുടെ സാമ്പത്തിക തകർച്ച നീ മാറ്റണമേ. കടഭാരത്തെ നീ മാറ്റി കൊടുക്കണമേ. ജോലിയിൽ ഉയർച്ച കൊടുക്കണമേ. നന്മ നീ കൊടുക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി തന്നെ ഒരുക്കുവാൻ കഴിയണമേ. സ്നേഹമാക്കി തീരുവാൻ, സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, ദൈവം ഇല്ലാത്ത മുമ്പിൽ ദൈവത്തെ കാട്ടിക്കൊടുപ്പാൻ കർത്താവേ സ്തോത്രം. പ്രത്യാശയും ദൈവസ്നേഹവും നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ സ്നേഹമുള്ളവരായി അവരെ പ്രത്യാശ വീണ്ടെടുപ്പാൻ തണുപ്പിക്കുന്ന പൗലോസ് പറയുന്ന പോലെ അവൻ എന്റെ ഉള്ളം തണുപ്പിക്കുന്ന കർത്താവ് ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ക്ഷമിക്കണമേ. യേശു രക്തത്താൽ ഒരു പ്രാവശ്യം ഞങ്ങൾ കഴുകണമേ. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവർ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. ആ കഷ്ടപ്പാടുകൾ വൃഥമായി തീരുവാൻ ഇടവരരുതേ.
ഞങ്ങൾ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇപ്രകാരം അവസരം തന്ന സഭയെ, നിന്റെ ദാസനെയും കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കണമേ. സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. യേശു നാമത്തിൽ വിശ്വം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. സമയം തന്ന ദേവദാസനും സഭയ്ക്കും ഈ കൂട്ടായ്മയ്ക്കും കൃത്യമായ ഹൃദയംഗമായ നന്ദി എന്റെയും എന്റെ കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ 314 ദിവസത്തിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ രാത്രി ആത്മ നിറവോടെ കൈമാറ്റം ചെയ്ത പ്രിയ പാസ്റ്റർ റജി ചാക്കോയുള്ള സ്നേഹവും നന്ദിയും എന്റെ വ്യക്തിപരമായ സിറ്റി ഹാർബർ ബന്ധം ഞാൻ അറിയിക്കുന്നു. കർത്തദാസതയും ധാരാളം അനുകരിക്കുമാറാകട്ടെ. വളരെ ആഴത്തിൽ ശാന്തമായി ഓരോ ഹൃദയത്തോടും മനസ്സിലാക്കുന്ന അതേ ഭാഷയിൽ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറഞ്ഞ പോലെ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. സ്തോത്രം. ഞാൻ ആദ്യമല്ല. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നമ്മെ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നമ്മളെ കണ്ണടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേൾക്കപ്പെട്ട ദൈവവചനം സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു സ്വയം ശോധനയോടെ വേണം ഇന്ന് രാത്രി നാം കടന്നു പോകുവാൻ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മുടെ ഇടപെട്ടല്ലോ. നാം സാധാരണ കേൾക്കുന്ന, പഠിച്ചിരിക്കുന്ന, കാണാപ്പാടമായിരിക്കുന്ന യേശു പറഞ്ഞ ഉപമയിൽ കൂടി തന്നെ പരിശുദ്ധാത്മ ഓരോ വ്യക്തിയോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവയാ ദൈവം നമുക്ക് കാണിച്ച് തന്ന ആ സ്നേഹം കേവലം പറഞ്ഞു പോകുന്ന ഒരു വാക്കായിട്ടല്ല, അതിലുപരിയായി സ്നേഹം എന്താണെന്ന്, സ്നേഹം എങ്ങനെയാണെന്ന് കാണിച്ച് തന്ന് ആ സ്നേഹത്തിൽ ഹല്ലേലൂയ. അതോടൊപ്പം നമ്മുടെ മനോഭാവം എന്തായിരിക്കുന്നു? ഒരു പിതാവ് തന്റെ മകൻ ഭവനത്തിൽ നിന്ന് ദൂർത്തുപുത്രനായി ഇറങ്ങിപ്പോയിട്ട് പോലും ക്ഷമയോടെ, ദീർഘക്ഷമയോടെ ആ മകനായി കാത്തിരിക്കുകയും ഓരോ ദിവസവും ആ ഒരു വിശ്വാസത്തോടെ കടന്നുപോയി ചെയ്യുന്ന പിതാവിന്റെ മനോഭാവം കുറ്റം വിധിപ്പാനല്ല, ചേർത്തുർത്തുവാൻ കരുണയുള്ള ഒരു പിതാവിന്റെ ആ സ്നേഹം. കുറ്റം പറഞ്ഞ് വേണമെങ്കിൽ മാറ്റി നിർത്താമായിരുന്നു, നീ തെറ്റുകാരനാണ്, വിധി എഴുതാമായിരുന്നു. തയ്യാറാകാതെ ആ പിതാവിന്റെ സ്നേഹം അവിടെ കാണുകയാണ്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം നൽകുന്ന ലോകത്തെ സ്നേഹിച്ചതുപോലെ നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ പൂർണ്ണത കേവലം ആശയങ്ങളായിരുന്നില്ല, പ്രദർശനമായിരുന്നു. സ്നേഹം എന്താണെന്ന് പ്രദർശിക്കപ്പെട്ടത് കാൽവരി ക്രൂശിലായിരുന്നു. പിതാവിന് നമ്മോട് സ്നേഹത്തെ കാണിച്ച പ്രദർശനം തന്റെ ഓമനകുമാരൻ, തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ മാനവജാതിക്ക് വേണ്ടി തരികയായിരുന്നു, ഏൽപ്പിക്കുകയായിരുന്നു. അവസാന തുള്ളി രക്തവും വെള്ളവും ഒഴുക്കിയൊക്കെ അനുഭവമായ ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കുന്നു? അതേ, സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട മനുഷ്യനോടുള്ള ഹല്ലേലൂയ ആ ദൈവസ്നേഹത്തെ പ്രദർശനമാണോ നമുക്കുള്ളതോ? ഹല്ലേലൂയ. മൂത്തപുത്രന്റെ, മൂത്ത സഹോദരന്റെ അതേ പ്രതികരണമാണോ നമുക്കുള്ളത്? ഒരു സ്വയം ശോധന നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ വെളിപ്പാടിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ എഴുതി ചോദിക്കുന്നു, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയ കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. യിരെമ്യാ വിളിച്ചു ചോദിക്കുന്നു, നിന്നെ വിവാഹം നിശ്ചയം ചെയ്ത നാളിൽ നിന്റെ ഭക്തിയും സ്നേഹവും എവിടെ? മടങ്ങി വരാം. എവിടേക്കോ കുറവുകളിൽ സംഭവിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ സമർപ്പിക്കാം. രാത്രികാല ദൈവവചനം സംസാരിച്ച ദൈവത്തിനായി പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ, തന്റെ കുടുംബത്തെ, ഹല്ലേലൂയ, തന്റെ പ്രവർത്തനം എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും ആയിരങ്ങൾക്ക് 10,000 പ്രയോജനവനായി തീരുവാനിടയാക്കുമാറാകട്ടെ. വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കുമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേവലം കേട്ടുപോകുകയല്ല, മാർക്കിട്ട് പോകുകയല്ല, അതിലുപരിയായി ഹല്ലേലൂയ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയാക്കുമാറാകട്ടെ. ഇതിനെ റെക്കോർഡിംഗ് മെസ്സേജിൽ കേൾക്കുന്ന ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുമാറാകട്ടെ. അടുത്ത ദിവസം എനിക്ക് തീരുമാറാകട്ടെ. സിറ്റി ആർവിച്ച പ്രവർത്തനം പ്രാർത്ഥിക്കാം, ദൈവം സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ജോസങ്ങൾ ദയവായ ശബ്ദമുയർത്തി കേൾക്കട്ടോ. നിങ്ങളെ ധ്യാനിച്ചുകൊണ്ടും കർത്താവിനെ ഓർത്തുകൊണ്ടും കമ്മിറ്റിയിൽ ഓർത്തുകൊണ്ടും ഉറക്കെ പ്രാർത്ഥിക്കും. സ്തോത്രം.
Praise God, praise God, praise God, praise God. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവാം ദൈവമേ, മനോഹരമായ സന്ധ്യായാമത്തിനായി അങ്ങ് വാഴ്ത്തുന്നു. താങ്ക് യു ലോർഡ്. ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വചനങ്ങൾക്കായി അങ്ങ് വാഴ്ത്തുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അവന്റെ ദാസൻ ചാക്കോ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എത്ര വലിയവൻ. ഗ്ലോറിഫൈ ഗോഡ്. തന്റെ ജീവിതത്തിൽ കർത്താവ് തന്നെ വിളിച്ചു വേർപെടുത്തി ഹല്ലേലൂയ കർത്താവിനായി ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം സഹായിച്ച കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷിവാടികൾ കേട്ടല്ലോ. ഗ്ലോറിഫൈ ഗോഡ്. പ്രിയകുഞ്ഞുട്ടി പാസ്റ്റർ അദ്ദേഹത്തെ ഭാൽമീയമായി വളർത്തുവാൻ സ്വർഗ്ഗം സഹായിച്ച വലിയ കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. ഗ്ലോറിഫൈ ഗോഡ്. എത്ര വലിയ സാക്ഷ്യമാണത്. എന്റെ ദാസൻ ഞങ്ങളോട് ഷെയർ ചെയ്ത തന്റെ പ്രാർത്ഥനാ മുറിയിൽ കൊടുത്ത വചനങ്ങൾക്കായി ഞാൻ വാഴ്ത്തുന്നു. ലൂക്കോസ് 15 അധ്യായം 11-32 ആ വാക്യങ്ങൾ കൂടെ അടിയങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. ധൂർത്തപുത്രൻ. ഗ്ലോറിഫൈ ഗോഡ്. ഹല്ലേലൂയ. ദൈവമേ ഗ്ലോറിഫൈ ഗോഡ്. അടിയങ്ങളെ ഓർപ്പിച്ച ആ വചനങ്ങൾക്കായി ഞാൻ സ്തുതിക്കുന്നു. ദൈവസ്നേഹം, ആദ്യ സ്നേഹം. ഹല്ലേലൂയ. അടിയങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വീണ്ടും പരിശോധിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ കൂടി നിർഗമിക്കട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഗ്ലോറിഫൈ ഗോഡ്. ആ ഏരിയാസിൽ വീണ്ടും അടിയങ്ങൾ തിരിഞ്ഞു നോക്കുവാൻ, കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യുവാൻ സ്വർഗ്ഗം സഹായിക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മഭാരമുള്ളവരായിരിക്കാൻ മറ്റുള്ളവരെ കരുതുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമില്ലാത്ത ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനേകം മേഖലകളുണ്ടല്ലോ വിശിഷ്യ ഈ പാൻഡമിക് സമയത്തെ. ഗ്ലോറിഫൈ ഗോഡ്. അവിടെയെല്ലാം കർത്താവിന്റെ സ്നേഹത്തിലൂടെ അടിയങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിന്റെ കരം ഞങ്ങൾ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. സഭയിലും സഭയുടെ പുറത്തും സമൂഹത്തിലും എല്ലായിടങ്ങളിലും ദൈവത്തിന്റെ സ്നേഹം വിളിച്ചോതുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഒപ്പം തന്നെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആത്മാക്കൾക്ക് വേണ്ടി എഴുതി നിൽക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പോയ മേഖലകളെ കർത്താവ് കാണണമേ. താങ്ക് യു ലോർഡ്. ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺസ് പാസ്റ്ററിനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ദൈവ അത്ഭുതങ്ങളെ ചെയ്യണം. മിനിസ്ട്രി അനുഗ്രഹിക്കണമേ. ചർച്ചിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന വിശുദ്ധരെല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കരുണ കാണിക്കണമേ. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമേ. ലോകത്തുള്ള 251 രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ നിന്നെല്ലാം ഗ്ലോറിഫൈ ഗോഡ്. പാൻഡമിക് മാറിപ്പോകട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെരുശലേമിന്റെ നന്മയ്ക്ക് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവാത്ഭുതങ്ങളെ ചെയ്യണം. അങ്ങ് താങ്ക് യു ലോർഡ്. തിരുസിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതിനാൽ യു ആർ ഇൻ കൺട്രോൾ എന്ന് അടിയങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. അതിനെ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിങ്ങളുടെ വരവിനായി ഒരുക്കണം, സഹായിക്കണം, ശക്തീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുടെ പരിശുദ്ധന്റെ കൂട്ടായ്മയും കരുതലും കാവലും സവാസിപ്പോഴും ഓർത്ത പ്രാപ്തിയ സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട മേലുഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലെ ഇനിയും തമ്മിൽ കണ്ടുമുട്ടുവരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.